സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിറമേഴുന്നൊരു പീലി തിരുമൂടി തൊഴുന്നേൻ, വിരവോടെ വിലസുന്ന കുറുനീര തൊഴുന്നേൻ. തിലകത്താൽ അഴകേറും തിരുനെറ്റി തൊഴുന്നേൻ, സ്മരചാപമടി കൂപ്പും പുരീകം കൈ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സരസിജായത ചാരു തിരുമീഴി തൊഴുന്നേൻ, തിലസൂലത്തിലും നല്ല തിരുനാസ തൊഴുന്നേൻ. രുധിരാഭ കലർന്നീടും അധരം കൈ തൊഴുന്നേൻ, കദരം മുത്തിനേകുന്ന ഹൃദയം കൈ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മൃദുഹാസാഞ്ചിതമായ വദനം കൈ തൊഴുന്നേൻ, വനമാല വിളങ്ങുന്ന ഗളകണ്ഠം തൊഴുന്നേൻ. പരമ കൗസ്തുഭം മിന്നും ഉരസ്സു കൈ തൊഴുന്നേൻ, സുരുചിരം വിളങ്ങുന്ന മാറിടം കൈ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സരസിജോദ്ധവൻ വാണ പരനാഭി തൊഴുന്നേൻ, കടകം മിന്നിടും കൈകൾ അടിയൻ കൈ തൊഴുന്നേൻ. അഖണ്ഡമായി പ്രകാശിക്കും നഖപംക്തി തൊഴുന്നേൻ, അഴകേഴും പാദപത്മം വഴി പോലെ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലിന തൊഴുന്നേൻ, മുടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ, അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ. അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ, അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ. അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ, അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ, ഭഗവാനെ തൊഴുന്നേൻ, ഭഗവാനെ തൊഴുന്നേൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം, കരുണാസമുദ്രം വരാധാസഹായം, അതിസുന്ദരമന്ദഹാസം വാദാളേശമനിശം ഹൃദി ഭാവയാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുത്തെ വിവാഹം
അതിനെക്കുറിച്ചാണ് ശ്രീ ശബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുക. നേരത്തെ നമ്മൾ 3 വിവാഹങ്ങളെക്കുറിച്ച് കേട്ടു. രുക്മിണി, ജാമ്പവതി, സത്യഭാമ. ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ഈ 3 ഭാവങ്ങളെ. പിന്നീട് 58-ാമത്തെ അധ്യായത്തിൽ 5 വിവാഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഏകതാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീകാൻ പുരുഷോത്തമ ഇന്ദ്രപ്രശ്നം ഗതശ്രീമാൻ യുധാനാദിവിർവൃത. ഒരു ദിവസം ഭഗവാൻ പാണ്ഡവന്മാരെ കാണാൻ എന്ന വ്യാജേന ഹസ്തൻവൃത്ത ആ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയെന്നാണ്. അവിടെ എത്തിയത് മാത്രമല്ല, കുന്തിയും പാണ്ഡവന്മാരും പാഞ്ചാലിയും എല്ലാം ഭഗവാനെ എതിരേറ്റു, വേണ്ട മാതിരി സ്വീകരിച്ചു. അവർക്കെല്ലാം സന്തോഷത്തിനെ കൊടുത്തുകൊണ്ട് കുറച്ച് ദിവസം ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ കൂടി. ഒരു ദിവസം അർജുനനോട് പറഞ്ഞു, അർജുന, നമുക്കൊന്ന് നായാട്ടിന് പോയാലോ എന്നാണ്. ഭഗവാൻ നായാട്ടിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സകല ജീവരാശികളുടെയും ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് മറ്റൊന്നിനെ ദ്രോഹിക്കാൻ പോകുന്നത്? അർജുനനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വലുതായിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭൂമിയുടെ ഭാരം തീർക്കണം. അതിനു മുമ്പ് എന്ത് വേണം? അതിന് അർജുനനെ വേണം മുമ്പിൽ നിർത്താൻ. മറ്റൊരാൾക്കും അതിനുള്ള കഴിവില്ല. അതറിയാം ഭഗവാൻ. ഭീമൻ കേവനാണെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട മാതിരി ബുദ്ധി പ്രയോഗിക്കാൻ അറിയില്ല. ധർമ്മപുത്രർക്ക് യുദ്ധം ചെയ്യാൻ അറിയുകയൊക്കെ ചെയ്യാം, പക്ഷേ മൂപ്പര് ധർമ്മത്തിൻ്റെ പിന്നാലെ പോവുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ ഒന്നിനെക്കൊണ്ട് ഒരു ഗുണമില്ല. എല്ലാ ഗുണവും ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അർജുനൻ മാത്രം. അതുകൊണ്ട് ആ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് വേണം ഭഗവാന് ഭൂമിയുടെ ഭാരം തീർക്കാൻ. അപ്പോൾ അതിന് പാകത്തിന് എന്ത് വേണം? മനസ്സിന് നല്ല ബലം കൊടുക്കണം. ബലമില്ലാത്തവർ, ധൈര്യമില്ലാത്തവനെ കൊണ്ട് യുദ്ധക്കളത്തിൽ നിർത്തിയാൽ എന്തായിരിക്കും അല്ലേ? നമുക്ക് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് തളരുന്നതുകൊണ്ടാണ്. നമുക്കെപ്പോഴും ഒരാൾ നല്ലൊരു പിന്തുണ ഉണ്ടെന്ന് വരട്ടെ, നമ്മളൊരിക്കലും തളരില്ല എന്നാണ്. ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായാലും മതി, നമുക്ക് ആരും പിന്തുണ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ തളർന്നു പോകുന്നത്. ഇതേപോലെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് വേണം. ഉണ്ടായി അതില്ലാത്തതാണ്. ഭാഗവതം കഥാരൂപത്തിൽ കൂടി നമ്മളിത് കാണിച്ചു തരികയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഏത് സമയത്തൊക്കെയാണോ ജീവിതം മുഴുവനും യുദ്ധമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, രോഗങ്ങളോട്, ദുഃഖങ്ങളോട്, ദുരിതങ്ങളോട് എത്ര പേരോടാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിലെല്ലാം ഓരോ ദിവസവും നമ്മൾ തളരുകയല്ലാതെ കണ്ട് നമ്മൾ ഒരിക്കലും വിജയിക്കണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നമുക്ക്. അവിടെയാണ് ഭാഗവതം പറയാം, കണ്ണനുണ്ടല്ലോ കൂടെ. അത് ഉറപ്പാക്കണം നമുക്ക്. ഹരിജഗന്നാഥൻ പരനാരായണൻ അരികത്തുണ്ടല്ലോ തുണയായെപ്പോഴും. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലണമെന്നറിയോ? ഈ ഉറപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. മറ്റേ നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സപ്പോർട്ട് ഉണ്ടെന്ന് പറയുള്ളൂ. അവർ വേറൊരാളുടെ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് ചഞ്ചലമാണ്, ചാടിപ്പോവും. പക്ഷെ ഭഗവാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? അവിടുത്തെ വിശ്വസിച്ച് ഉറപ്പിച്ചാൽ ഒരിക്കലും നമ്മളെ കൈയൊഴിയില്ല എന്ന് ഭാഗവതം കാണിച്ചു തരാം. അർജുനനെ കൊണ്ടുപോയിന്ന് മാത്രമല്ല, നായാട്ടിൽ ഇവിടെ അനവധി മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊരിക്കലും കേട്ടിട്ട് പോലുമില്ലാത്ത, കണ്ടിട്ടില്ലാത്ത പല വിവിധങ്ങളായിരിക്കുന്ന മൃഗങ്ങൾ. ശരഭാൻ, ഗവയാൻ, ഖഡ്ഗാൻ, ഹരിണാൻ, ശശശല്ലകാൻ, അനവധി ക്രൂരമൃഗങ്ങൾ. ചിലതൊക്കെ തീരെ ചെറുതായിരിക്കും, വലിയ മരത്തിൻ്റെയൊക്കെ പൊത്തിലായിരിക്കും വരിക. അത് അവിടുന്ന് ചിലപ്പോൾ ചാടി നമ്മുടെ കടലിലേക്ക് വീഴുന്നു വരും. 4 ഭാഗത്തു നിന്നും ക്രൂരമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാം. അപ്പോൾ എന്ത് വേണം? നമുക്ക് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കാട്ടിൽ സഞ്ചരിക്കാൻ. വേണ്ടേ? അപ്പോൾ സദാ ജാഗ്രത അവസ്ഥ ഉണ്ടാവണം. ഏത് ഭാഗത്തു നിന്നും നമുക്കിതേപോലെ എന്തും വരാം അല്ലേ? ജീവിതത്തിൽ നമുക്ക് അങ്ങനെയാണ്. ഏത് ഭാഗത്തു നിന്നും നമുക്ക് അപകടം വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ, അതിനെയെല്ലാം പിടിച്ചു നിർത്താൻ, അതിനെയൊക്കെ ജയിക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. അതാണ് ഭാഗവതം ഇവിടെ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് അർജുനനെ നായാട്ടിന് കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പനിപ്പോൾ എന്താ നേടാനുള്ളത്?
നമ്മളിപ്പോൾ അത് വായിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ എന്താ അന്ന് അവിടെ എന്തോ ഉണ്ടായി അതിങ്ങനെ കഥ കേട്ടിട്ട് ഭഗവാൻ നായാട്ടിന് കൊണ്ടുപോയി എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് എനിക്ക് എന്തേ ഗുണം? നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും അതുകൊണ്ട് കിട്ടാനില്ല. പക്ഷേ ആ കഥയിൽ കൂടി വേദവ്യാസൻ നമുക്ക് വേണ്ടതായിട്ടുള്ള നല്ല മെസ്സേജ് തരികയാണ്. ഏതിനെയും നമുക്ക് നേരിടാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം, തൻ്റെ ഇടം അല്ലേ? നമ്മൾ പറയാറില്ലേ തൻ്റെ ഇടം ഉണ്ടാവണം. ജീവിതത്തിൽ ഈ തൻ്റെ ഇടം ഇല്ലായ്മയല്ലേ നമ്മളെപ്പോഴും കേട്ടു പോവാം. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടാകും. ഇന്നലെ ഇന്നാണ്ട് അമ്മയും കുട്ടികളും കാണുമ്പോൾ നമുക്ക് എന്തൊരു സങ്കടമാണെന്ന് കണക്കില്ല. ഒന്നിനെയും നമുക്ക് അഭിമുഖീകരിക്കാൻ വയ്യാതെ ഉണ്ടായിത്തീരണം. ആരുമില്ല നമുക്ക് കൂടെ എന്നൊരു ചിന്ത വരണം. അവിടെയാണ് ഭാഗവതം നമുക്ക് ഓരോ പ്രകരണത്തിൽ കൂടി ഓരോ കഥകളിൽ കൂടി നമ്മളെ ശരിക്കും ബോധ്യപ്പെടുത്തുകയാണ്. നല്ലൊരു മനഃശാസ്ത്രമാണ് ഭാഗവതം. നന്നായിട്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉണർത്തി കൊണ്ടുവരികയാണ്. ഒരിക്കലും താഴ്ത്താനല്ല മനസ്സിനെ ഉയർത്താനാണ് ഭാഗവതം. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. ഏതോ പഴംപുരാണ സപ്താഹമായിട്ട് നടത്തുന്നു തുള്ളലും ചാട്ടവും കോലാഹലങ്ങളും കുറേ പാട്ടും കൂത്തുമായിട്ട് ഇതങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവരും എന്താണെന്ന് വിചാരിച്ചതെന്നറിയോ? സപ്താഹം എന്ന് പറഞ്ഞാൽ ഈ തുള്ളലും ചാട്ടമാണെന്ന് വിചാരിച്ചു. കുറേ പൂജകൾ, ഹോമങ്ങൾ, എന്തെല്ലാം കോലാഹലങ്ങൾ നടത്തുന്നതെന്നറിയോ? നമുക്ക് കണ്ട അത്ഭുതപ്പെട്ടു. ഇതാണ് ഭാഗവതം നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്താണോ ഭാഗവതം കൊണ്ട് നമുക്ക് നേടേണ്ടത് അതിൽ നിന്നൊക്കെ നമ്മൾ അനവധി ദൂരേക്ക് ആണ്ടാണ്ട് മാറിപ്പോയി. അതുകൊണ്ട് ഭാഗവതത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അടുത്തടുത്ത് അറിയുമ്പോഴാണ് എന്ത് ഗുണമല്ലേ ഭാഗവതം കൊണ്ട് നമുക്കുണ്ടാവാം. ഇവിടെ അർജുനനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പല മൃഗങ്ങളെയും അദ്ദേഹം നേരിട്ടു. മനസ്സിന് നല്ല ബലം വന്നു. അർജുന ഇതേപോലെയാണ് കൗരവരുമായിട്ടുള്ള യുദ്ധത്തിൽ ശല്യര്, ദ്രോണര്, കൃപര്, ഭീഷ്മര് ആരും നിസാരക്കാരല്ല. ഇതിനേക്കാൾ ക്രൂര മൃഗങ്ങളാണ് മുഴുവനും. ഏത് തലത്തിലും ഏത് ഭാഗത്തുനിന്നും വരുമ്പോൾ അവരെയൊക്കെ നേരിടാൻ നമുക്ക് മനസ്സിന് നല്ല ബലം വരണം, നല്ല ഉശ്ശിലുണ്ടാവണം. നമ്മൾ പറയാറില്ലേ നല്ല ഉശ്ശിൽ, അതുണ്ടാവണമെന്നാണ്. ഭഗവാൻ എന്ത് രസമായിട്ടാണ് അർജുനൻ അത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അർജുന നീ വേണ്ടതൊക്കെ ചെയ്തില്ലേ? അങ്ങനെ ഉച്ചയാവുന്നവരെ ഭഗവാൻ നായാട്ട് ചെയ്തു. പിന്നീട് ആ കാലും തീയിൽ ചെന്ന് കാലുമുഖം കഴുകി കുറേ വെള്ളമൊക്കെ കുടിച്ചു. അതോടുകൂടി വെള്ളമൊക്കെ കുടിച്ചാൽ സമാധാനമായിട്ട് നിൽക്കുമ്പോൾ പീത്വാ വാരി മഹാരഥവും ഭഗവാൻ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ കണ്ണിൽ ഒരു കരട് വെട്ടുന്നതാണ്. കരട് എന്താണെന്ന് വെച്ചാൽ ദൂരെ ആകാശത്തേക്ക് നോക്കി നട്ടുച്ചയ്ക്ക് വെള്ളത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ഭഗവാൻ ചോദിച്ചു, അർജുന അവളുടെ ലാസാക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന തിരക്കേൽ ലശാശുഷു എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ ആ 12 കോളം, അത് വാങ്ങിച്ചിട്ട് വരും നോക്കട്ടെ എന്ന് പറഞ്ഞു. അർജുനൻ ചെന്ന് ചോദിച്ചു, കാർത്തും കസ്യാസി ശിശോണി, നീ ആരാണ്? നിൻ്റെ അച്ഛനാരാണ്? നിൻ്റെ അമ്മ ആരാണ്? നീ ഏത് ഗോത്രത്തിലാണ് പെട്ടത്? നീ എന്തേ ഇവിടെ നട്ടുച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങി മേപ്പോട്ടേക്ക് നോക്കി കരയണം എന്നൊക്കെ ചോദിച്ചു. അവൾ പറഞ്ഞു, അഹം ദേവസ്യ സവിതു ദുഹിതാപതിമിച്ഛതി വിഷ്ണു വരേണ്യം വരദം തപ പരമമാശ്രിത. ഞാൻ സവിതാവായിരിക്കുന്ന സൂര്യൻ്റെ മകള്, എൻ്റെ പേര് കാളിന്തി. വിഷ്ണു വരേണ്യം വരദ തപ പരമമാശ്രിത. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഭർത്താവായിട്ട് വരണേ എന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിൻ്റെ ജാതകമൊന്നും എനിക്ക് ആവശ്യമില്ല. ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മാത്രമേ ജാതകം നോക്കേണ്ട ആവശ്യമുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു മനസ്സിൻ്റെ ജാതകം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ്. വേഗം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഈ മണിയും അവിടത്തേക്കുള്ളതാണ്, എന്നാൽ രഥം ഇവിടെ നിർത്തൂ അർജുനാണെന്ന് പറഞ്ഞു. രഥം എടുത്ത് നിർത്തി അവളുടെ കയ്യിൽ പിടിച്ച് കയറ്റി കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ കുന്തി മാതാവ് ചോദിച്ചു, കൃഷ്ണ നായാട്ടിന് പോയിട്ട് ഏതാ ഈ പെണ്ണെന്ന് ചോദിച്ചു. നായാട്ടിന് പോയിട്ട് കിട്ടിയത് ഈ ശാസനമാണ്, ആകെ ഒരു മെച്ചം അതായത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞത്ര വിധിപ്രകാരം അതിനെ വിവാഹം കഴിച്ചു. അപ്പോഴാണ് അവന്തി രാജ്യത്തിൽ മുദ്രവിന്ദ എന്ന പേരായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സ്വയംവരം. അവളുടെ മനസ്സ് മുഴുവനും സദാ കൃഷ്ണാന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. അവളുടെ ഏട്ടന്മാർ അത് മനസ്സിലാക്കിയിട്ടില്ല. അവളുടെ മനസ്സ് എത്രമാത്രം ഭഗവാന്റെ അടുത്തേക്ക് എത്തിയേക്കുമെന്ന് അറിയാതെ കൊണ്ട് വേറെ ആർക്കോ സ്വയംവരം നിശ്ചയിച്ചപ്പോൾ ഭഗവാനെ അല്ലേ വിളിക്കണത്, ഭഗവാൻ ചെല്ലില്ലേ, വേഗം അവിടെ ചെന്നു, നീ പോരുണ്ടോ എൻ്റെ കൂടെ എന്ന് ചോദിക്കണേന് മുമ്പ് തന്നെ ചാടി പോകുന്നു. ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ണൻ്റെ കൂടെ വസ്ത്രവിദ്യ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നഗ്നജിത്ത് എന്ന് പേരായിരിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് സത്യ എന്നൊരു പെൺകുട്ടി, നല്ല സമ്പത്തുണ്ട് അത്ര, നല്ല സുന്ദരിയാണ് സത്യ. അവളെ മോഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് രാജാക്കന്മാർ വന്നു. അവളെയല്ല മോഹിച്ചത്, പിന്നെയോ
നമ്മുടെ ആൾക്കാരെ പോലെ അവളുടെ സ്വത്താണ് മോഹിച്ചത്. അവൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പെൺകുട്ടി ഇല്ലെങ്കിലും വേണ്ടില്ല, അവൾക്കുള്ള അതൊക്കെ ഇങ്ങോട്ട് എൻ്റെ പേർക്ക് എഴുതി തന്നെ നന്നായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് രാജാക്കന്മാർ വന്നപ്പോൾ ആ നഗ്നം ചിത്രന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും കണ്ണന് കൊടുക്കാനായിരുന്നു. സത്യയുടെ മനസ്സ് മുഴുവനും സദാ ശ്രീകൃഷ്ണനിലേക്ക് അറിഞ്ഞൊഴുകി നിൽക്കുന്നു. വേഗം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 7 കൂറ്റൻ കാളകളെ ഒരു വേദിയിൽ മൂക്കേറയച്ചു വിടും. ആരാണോ ആ കാളകളെ പിടിച്ച് കെട്ടണത് ആ ആൾക്ക് എൻ്റെ മകളെയും അളവറ്റ സമ്പത്ത് നൽകുന്നു പറഞ്ഞു. ജല്ലിക്കെട്ടൊക്കെ നമ്മൾ നടത്തുന്നതെന്നല്ല പറഞ്ഞു, പണ്ടേ ഭാഗവതം പറഞ്ഞു ഗുരുവായൂരപ്പൻ തുടങ്ങിയ ചാണത്തിലെ ജല്ലിക്കെട്ട് പരിപാടികളൊക്കെ. വേഗം എന്തുണ്ടായി, എല്ലാവരും അനവധി രാജാക്കന്മാർ ഒരു കാളെ പോലും പിടിച്ചു കെട്ടാൻ പറ്റാതെ കണ്ട് അതിൻ്റെ കൊമ്പ് കൊണ്ട് ചത്തു. അപ്പോഴാണ് ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ അങ്ങോട്ട് കയറി ചെന്നു. രാജാവ് വേഗം സ്വീകരിച്ചു, കണ്ണനെ പൂജിച്ചു. കണ്ണാ എവിടുന്ന് വരണത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിലെ വേറൊരു വഴിക്ക് പോവുമായിരുന്നു, അപ്പോൾ ഇവിടെ എന്തോ കുടുത്തോളയും മാലയും ആകപ്പുള്ളിയും മുയലൊക്കെ കേട്ടപ്പോൾ എന്താണെന്ന് അറിയാൻ കയറി എന്നതാണെന്ന് പറഞ്ഞു. വിശേഷങ്ങളൊക്കെ പറഞ്ഞതോടുകൂടി ഭഗവാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കിയാലോ. കണ്ണൻ തന്നെ നോക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ ഓടക്കോളിലൊക്കെ വേണ്ട സ്ഥലത്ത് വെച്ച് പീഠത്തിലൂടെയൊക്കെ നേരെയാക്കി ആ ഉത്തരിയെടുത്ത് അരയിലൊക്കെ കെട്ടി ഒരു യോദ്ധാവിനെ പോലെ ഭഗവാൻ ആ ഗോദാവിലേക്ക് ഇറങ്ങി. ഭഗവാനുണ്ടോ വല്ല ബുദ്ധിമുട്ടും. ബാലോ ദാരുമയാൻ യഥാ ശേഷഭ്രമക്ഷി പറഞ്ഞു, പരീക്ഷത്തെ ആ കാളയുടെയൊക്കെ ഉള്ളിലിരിക്കുന്നത് ഗുരുവായൂരപ്പനല്ലേ, പിന്നെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുട്ടികൾ മരപ്പാവ് അടിച്ചുകൊണ്ട് വരുന്നത് പോലെ 7 കാളകളെ നിമിഷം നേരം കൊണ്ട് പിടിച്ചു കെട്ടി. ആ സത്യം മാത്രമല്ല അളവറ്റ സമ്പത്തും എല്ലാമായിട്ട് ഭഗവാൻ പോരുന്ന സമയത്താണ് കേകേപുത്രിയായിരിക്കുന്ന ഭദ്ര, അതേപോലെ മധുരരാജപുത്രിയായിരിക്കുന്ന ലക്ഷ്മണ, 2 എണ്ണം കൂടെ കൊണ്ടുവന്നു. എത്ര എണ്ണമായി? 5 എണ്ണമായി അല്ലേ. കാളിന്തിയായി, വൃത്രവന്തിയായി, സത്യയായി, അതേപോലെ ഭദ്രയായി, ലക്ഷ്മണയായി, 5 എണ്ണമായി. അപ്പം ആദ്യം പറഞ്ഞത് 3 എണ്ണം, ഇപ്പം എത്ര എണ്ണമായി? 5 എണ്ണമായി. ഇപ്പം എത്ര എണ്ണമായി? അപ്പം ആകെ 8 എണ്ണമായി അല്ലേ. 8 പെൺകുട്ടികളാണെന്ന് നമ്മൾ ധരിക്കരുത് കേട്ടോ. നമ്മൾ രാവിലെ ചൊല്ലിയില്ലേ, മഹായോഗപീഠേ പരിഭ്രാജമാനേ ധരണ്യാതി തത്വാത്മകേ ശക്തിയുക്തേ ഗുണാഹസ്കരേന്ദ്വഗ്നിബിംബേധമധ്യേ സമാസീനമോ കർണികേഷ്ടാക്ഷരാബ്ജേ. 8 തിളങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു താമരപ്പൂവാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിലാണ് ഭഗവാന്റെ സ്ഥാനം. ആ 8 തിളങ്ങൾ എന്താണെന്നറിയോ? ഓം നമോ നാരായണായ അഷ്ടാക്ഷരാബ്ജേ. 8 അക്ഷരങ്ങൾ, അഷ്ടാക്ഷരി മന്ത്രം. അതേതാ? ഓം നമോ നാരായണായ. ദേവരുടെ മന്ത്രം അതാണ്. മേശാന്തിയോട് ചോദിച്ചു നോക്കിക്കോളൂ, ഗുരുവായൂര മേശാന്തിയോട് ചോദിച്ചു നോക്കിക്കോളൂ, ഗുരുവായൂരപ്പനെ പൂജിക്കണം മന്ത്രം ഏതാ? ഓം നമോ നാരായണായ. ആ 8 അക്ഷരങ്ങളാണ് ഇവിടെ 8 ഭാര്യമാരായിട്ട് പറഞ്ഞത്. ഇനി ഗീതയിലേക്ക് വരുമ്പോൾ ഭഗവാൻ പറയും 8 പ്രകൃതികൾ എന്ന് പറയും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങൾ. അപ്പോൾ 8 എണ്ണമായി. നമ്മൾ അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ 5 പഞ്ചഭൂതങ്ങളേക്ക് ഉണ്ടാക്കിയ ശരീരം, അതേപോലെ അതിൽ വന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലേ. ഇത് 3 ഇത്രയായില്ലേ. ഇനി എന്ത് വേണം? ഈ ശരീരം ഉണ്ടായാൽ മാത്രം പോരാ, ഇനി ഇത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൽ കുറേ സാധനങ്ങൾ വേണം. നാഡീ ഞരമ്പുകൾ, 72,000 പരം നാഡീ ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് പറയാം. എത്ര ഉണ്ടെന്നൊന്നും കണക്കാക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ശരിക്കൊന്നും. എന്നാലും 72,000 എന്നൊക്കെ ഒരു കണക്ക് നമ്മുടെ ആളുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിരലിൻ്റെ അറ്റത്ത് പോലും തലമുടി നാരിൻ്റെ അറ്റത്തിനെ 10,000 ഭാഗിച്ചാൽ അതിൻ്റെ ഒരു അംശമൊക്കെ എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? അത്രയും ചെറിയതായിരിക്കുന്ന നാഡീ ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. ഇതൊക്കെ വർക്കാവാണ്ടാവുമ്പോഴാണ് നമ്മുടെ കാര്യത്തിനൊക്കെ തീരുമാനമാവുന്നത്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള എന്തുമാത്രം. അപ്പോൾ ഇതിനെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആരിയിരിക്കണം? നമ്മുടെ ഉള്ളിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ നമുക്ക് കാണാനൊന്നും പറ്റാത്തതായിരിക്കുന്ന ഈ നാഡീ ഞരമ്പുകളെല്ലാം വേണ്ട മാതിരി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കാണാനും കേൾക്കാനും പറയാനും മനസ്സിലാക്കാനും അല്ലേ എല്ലാം സാധിക്കുന്നത്. അങ്ങനെയുള്ള അനന്തമായിരിക്കുന്ന ശക്തികളെ കാണിച്ചു തരികയാണ്. ഇന്നിതാ അടുത്ത അധ്യായത്തിൽ നരകാസുരൻ എന്ന് പേരായിരിക്കുന്ന ഒരാൾ ഭൂമിയുടെ പുത്രനാണത്രേ. അദ്ദേഹം എന്ത് ചെയ്യും? എന്ത് കണ്ടാലും തൻ്റെ ഗൃഹത്തിലേക്ക് എന്നുള്ള മട്ടിൽ അപഹരിച്ചു കൊണ്ടുവരും. അങ്ങനെ വെൺകൊറ്റക്കൊടയും ഇന്ദ്രൻ്റെ ആ ഐരാവത വളർത്തിപ്പെട്ട ആനകൾ, ഉച്ചൈശ്രവസൻ്റെ വളർത്തിപ്പെട്ട കുതിരകൾ, അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങൾ, ഇതെല്ലാം അപഹരിച്ച് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ
നല്ല നല്ല പെൺകുട്ടികളെ കണ്ടാൽ എന്ത് ചെയ്യും, അദ്ദേഹം അപഹരിച്ചു കൊണ്ടുവരും. അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പിന്നെ എന്തിനാ എൻ്റെ തടവറയിൽ നിൽക്കട്ടെ എന്നുള്ള മട്ടിൽ പെൺകുട്ടികളെ തൻ്റെ തടവറയിൽ കൊണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനും പറ്റില്ല, കാരണം ഗിരിദുർഗൈ ശസ്ത്രദുർഗൈ ജലാജ്ഞനിളദുർഗമം, പല പല ദുർഗങ്ങൾ ഒക്കെ ഭേദിച്ചിട്ട് വേണം ഉള്ളിലേക്ക് വരാൻ. വന്നാൽ മുരൻ്റെ പാശം, അതുപോലെ പീഠൻ, അന്തരീക്ഷമുള്ള ആളുകൾ, ഇവരെയൊക്കെ ജയിച്ച് അങ്ങോട്ട് ചെല്ലുകയാണെന്ന് വരട്ടെ, ആ നരകാസുരൻ ഒരാളെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നരകാസുരൻ എന്ന് പേര് വന്നത് തന്നെ അദ്ദേഹത്തിന്. അത്രയും കേമനായിട്ടുള്ള ഒരാളാണ്, ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല. ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇതേപോലെ വിവാഹം കഴിക്കുക ഒന്നുമല്ലാതെ കണ്ട് പട്ടിണിക്കിട്ട് അവരുടെ കോളമൊക്കെ കെട്ടു. അത്ര നല്ല സുന്ദരി കുട്ടികളെ കൊണ്ടുവന്നതാണ്. കാരണം എന്താ, ഈ കുട്ടികളിൽ നിന്നൊക്കെ നല്ല നല്ല പ്രജകളുണ്ടാവുമെന്ന് അദ്ദേഹം സംശയിച്ചു. നല്ല പ്രജകളുണ്ടായാൽ അവരെപ്പോലുള്ളവർക്ക് വേണ്ടാതിന് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇന്നും അതല്ലേ ചെയ്യണമെന്ന് ആലോചിച്ചോളൂ. എത്രയോ കാലം മുമ്പേ കഥാരൂപത്തിൽ പറഞ്ഞെങ്കിൽ ഇന്നും മയക്കും മരുന്നും മദ്യവും മയക്കും മരുന്നും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇരിക്കണേ. എന്തുകൊണ്ടാണ്? കുട്ടികളൊക്കെ തലതിരിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചിട്ടല്ലേ. അതിനെ നിലയ്ക്ക് നിർത്താനല്ലല്ലോ നമ്മൾ ശ്രമിക്കുന്നതെല്ലാം. കുട്ടികൾ തലതിരിഞ്ഞ് പോയാൽ അവർക്ക് ഗുണമാവുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും നല്ല കുട്ടികൾ ഉണ്ടാകരുത് എന്നുള്ള മട്ടിലാണ് അവരെല്ലാം ജയിലിൽ കൊണ്ടിട്ടു. അവർ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ നന്നായിട്ട് വന്നാൽ അത് അവർക്ക് ഈ നരകാസുരനെ പോലുള്ളവർക്കൊന്നും അവരുടേതായിരിക്കുന്ന കുൽസിത പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് എത്രയോ കാലം മുമ്പേ ഭാഗവതം നമുക്കിത് പറഞ്ഞു തന്നേക്കുന്നു. അങ്ങനെ ജയിലിലടച്ചു. ആ കുട്ടികളെ മുഴുവനും അങ്ങനെ ദുരിതം അനുഭവിക്കണം കണ്ടപ്പോൾ ഭൂമി ദേവിക്ക് സഹിക്കില്ല എന്നാണ്. കാരണം സ്ത്രീജനങ്ങളുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴാൻ പാടില്ല എന്നാണ്. ഭൂമി അത്രമാത്രം സ്ത്രീജനങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആണുങ്ങൾ നമസ്കരിക്കുന്നവർ നമസ്കരിക്കുകയും ചെയ്യില്ല അല്ലേ, നമസ്കരിക്കാൻ പാടില്ല എന്നാണ്. അതുപോലും ഭൂമി ദേവിക്ക് ഇഷ്ടമല്ലാത്ത അത്രമാത്രം. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ ഈ നാട്ടിൽ പോലും എത്രയോ കുട്ടികളുടെ കണ്ണീരാണ് ഓരോ ദിവസവും ഭൂമിയിൽ വീഴുന്നത്. അതൊക്കെ പാടെ നോക്കിയാൽ ഭാരതപ്പുഴയ്ക്ക് കൂടുതൽ നമ്മുടെ കേരളത്തിൽ കൂടി ഒഴുകുണ്ടാവും. എത്ര കുട്ടികളെ ദ്രോഹിക്കണത് അല്ലേ. ആ അച്ഛനമ്മമാരിൽ നിന്ന് പോലും ദ്രോഹം എടുക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ എന്നും പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ കണ്ണുനീരൊഴുക്കുമ്പോൾ ഈ ഭൂമിക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുകയെന്നാണ് ഭൂമി ദേവി. അതുകൊണ്ട് തന്നെ വിചാരിച്ചു, ഇങ്ങനൊരു മകനെ ഇല്ലാതെ കണ്ടിരിക്കാൻ ഭേദം. എത്രയോ കുട്ടികളെ അനാഥമാക്കണം, അവരുടെ ജീവിതം വഴിമുട്ടിക്കണം, അവരെ മുഴുവനും നരക തുല്യമാക്കി മാറ്റണം. അങ്ങനെയുള്ളവരാ നരകാസുരന്മാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രയോ പേരെ കാണാം ഈ നരകാസുരന്മാരല്ലേ. എത്രയോ കുട്ടികളെയാണ് നശിപ്പിക്കുന്നതെല്ലാം. അപ്പോൾ ഭൂമി ദേവി ഭഗവാൻ മാത്രമേ ശരണമുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേജോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. മനസ്സിൽ ചുറ്റൊന്ന് വിളിച്ചപ്പോഴേക്കും ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വന്ന് ആ ദുർഗങ്ങളെയൊക്കെ ഭേദിച്ചു. തൻ്റെ സുദർശനം കൊണ്ടും ഗത കൊണ്ടുമൊക്കെ അവസാനം മുരനെയും പാശനെയും അന്തരീക്ഷനെയും ഒക്കെ വധിച്ചുകൊണ്ട് അവസാനം ഒരല്പം അൽപ്പെടുത്തമൊക്കെ നടത്തി ആ നരകാസുരനെയും വധിച്ചു എന്നാണ് ഭാഗവതം കാണിച്ചു തരിക. ഇന്നലെ നമ്മളൊരാളെ കണ്ടു, അതാരായിരുന്നു? കാളിയൻ അല്ലേ. എത്രയോ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം വിഷമാക്കി മാറ്റിയതായിരുന്നു. ആ കാളിയനെ ഭഗവാൻ നല്ല ശിക്ഷ കൊടുത്തു. അയാളെ കൊല്ലുകയല്ല ചെയ്തത്. നരകാസുരനെ അതല്ല വേണ്ടത്. നരകാസുരന്മാരെയൊക്കെ എന്ത് വേണം? നിഷ്കരുണം തട്ടിക്കളഞ്ഞേക്കണം എന്നാണ് ഭഗവാന്റെ നിയമം. അവരൊന്നും വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മറ്റുള്ള ആളുകൾക്ക് ദ്രോഹം ചെയ്യുന്നവരെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. നദി പിന്നെ നേരെയാക്കാൻ പറ്റും, ഇതെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ വച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള ഭാവമാണ് ഭഗവാൻ. നല്ല സ്ത്രീ സംരക്ഷകനായിട്ട് മാറി ആ നരകാസുരനെയും വധിച്ചു. ഭൂമി ദേവി ആ നടവഹ തുറന്നത് ആ പെൺകുട്ടികളെ മുഴുവനും മോചിപ്പിച്ചപ്പോൾ അവരുടെയൊക്കെ ജടാമുടി കുളിച്ചിട്ടും ആഹാരം കഴിച്ചിട്ടും എന്തൊരു കോലത്തിൽ ആ കുട്ടികളെല്ലാം കണ്ണൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ഭഗവാനേ ഉള്ളൂ ഇനി ഒരു ഗതി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവരെയൊക്കെ കൊണ്ടുപോയി നല്ലൊരു മുഹൂർത്തത്തിൽ അത്രയും സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് യഥോപയേ മേ ഭഗവാൻ സ്ഥാവൽ രൂപധരോ വ്യയ, അത്രയും ശരീരം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു മുഹൂർത്തത്തിൽ അവരെ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല അത്രയും കൊട്ടാരങ്ങളുണ്ടാക്കി അവരോടൊപ്പം ഭഗവാൻ ജീവിച്ചു എന്ന് പറയാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ
നമുക്ക് തോന്നാം ഇത്രയധികം പെൺകുട്ടികളെ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അതല്ല, ഈ അനന്തമായിരിക്കുന്ന ശക്തി വിശേഷം നമ്മുടെ ശരീരം തന്നെ നോക്കിയാൽ നമുക്കറിയാം എത്ര അത്ഭുതമാണ്. ഓരോന്നും അത്ഭുതമാണ്. കണ്ണൊരത്ഭുതമല്ലേ, മൂക്കൊരത്ഭുതമല്ലേ, നാവൊരത്ഭുതമല്ലേ എന്ന് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഏതാ അത്ഭുതമല്ലാത്തത്? എല്ലാം അത്ഭുതമാണ്. ഈ അത്ഭുതമായിരിക്കുന്ന ഈ ശക്തികളെ, ഇതെല്ലാം ഓരോ ശക്തിയായിട്ട് ഭാര്യമാരായിട്ടാണ് പറയുക. ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേരാണ് ആത്മാ, അല്ലെങ്കിൽ ഈശ്വരൻ, നാരായണൻ, കേശവൻ, മാധവൻ, എന്ത് പേരിട്ട് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെ ആരേ ഉള്ളൂ? ശരിക്ക് ഭഗവാനോട് ആവുള്ളൂ അല്ലേ? ആ ഭഗവാന്റെ പത്നിമാരായിട്ട് അനന്തമായിരിക്കുന്ന ശക്തിവിശേഷത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ വിചാരിക്കും ഭഗവാൻ കുറേ പെണ്ണ് കെട്ടി ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുണ്ട് ഒരാൾ എന്ന് നമുക്ക് തോന്നും. അവിടത്തേക്ക് പെണ്ണ് കെട്ടേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ അവിടുന്ന് ഈ ശക്തികളെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു ആത്മാവാണോ ആ ഭഗവാൻ നമ്മളെ ഉള്ളിൽ നിന്ന് മാറി നിന്നാൽ എല്ലാ ശക്തികളും തീർന്നു. പിന്നെ ഏതിനെങ്കിലും അനങ്ങാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഭഗവാൻ ഭർത്താവായിട്ട് മാറിയതെന്നർത്ഥം. ലോകത്തിൻ്റെ ഭർത്താവാണ് ഭഗവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭർത്താവാണ് ഭഗവാൻ. ആ കണ്ണൻ നമ്മുടെ ഹൃദയത്തിലേ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ 60ാമത്തെ അധ്യായത്തിൽ നല്ലൊരു കഥയാണ്. രുക്മിണി ദേവിയും ഭഗവാനും തമ്മിൽ നടന്നതായിരിക്കുന്ന ഒരു സംവാദം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കഥാഭാഗമാണ് ഇത്. ഇവിടെ ഭഗവാൻ കർഷിച്ചിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗൽഗുരും. ആദ്യം തന്നെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സുഖമാസീനം സ്വതൽപസ്ഥം ജഗൽഗുരും. ജഗൽഗുരു എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം തുടങ്ങിയത്. ഇതിൻ്റെ അവസാനം എന്താണെന്നറിയോ? അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു ധമാം ലോകഗുരു ഹരി എന്നാണ്. ലോകഗുരു എന്നാണ് ആദ്യം വന്നു, ജഗൽഗുരു, പിന്നീട് പറഞ്ഞു ലോകഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ആരാണ്? ഗുരുവാണ്. ഈ അധ്യായം കൊണ്ട് നമുക്ക് എന്തേ കാണിച്ചു തരുന്നത്? ഒരു ഗുരുവിൻ്റെ കാര്യം എന്താണ്? എപ്പോഴും മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളെ മുഴുവനും എങ്ങനെയായിരിക്കണം ഒരു കുടുംബ ജീവിതം നയിക്കേണ്ടത് അത് ഭഗവാൻ കാണിച്ചു തരികയാണ്. ഇവിടെ സ്വതൽപസ്ഥം ജഗൽഗുരും, താനായിട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് സുഖമാസീനം. സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ, ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായി ഇപ്പം എന്താണെന്നറിയോ? സ്വസ്ഥം ഗ്രഹഭരണം എന്നാണ് നമ്മുടെ ആൾക്കാർ പറയുക. ഗ്രഹഭരണം എന്ന് പറഞ്ഞാൽ സ്വസ്ഥത പറഞ്ഞ പരിപാടിയാണ്. ജോലിയുള്ളപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊന്ന് റിട്ടയർഡായെങ്കിൽ സമാധാനമായിട്ടിരിക്കുകയായിരുന്നു കുടുംബത്തിലെന്ന് വിചാരിച്ചു. കാരണം എന്താ? ടെൻഷൻ ഒഴിഞ്ഞ സമയമില്ല, ഞങ്ങളൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ റിട്ടയർഡായി കഴിഞ്ഞാൽ കുടുംബത്തിലിരിക്കാന്ന് വെച്ചാലോ വേണ്ടിയിരുന്നില്ല, ജോലിയായിരുന്നു ഇതിലും ഭേദം. അപ്പോൾ അത്രയും കൂടി സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥയല്ലേ? അപ്പോൾ എപ്പോഴാണ് നമുക്ക് സ്വസ്ഥത എന്ന് പറയുന്നത്? അത് കുടുംബഭരണം ഇരിക്കുമ്പോഴോ കാശിയിൽ പോയാലോ കൈലാസത്തിൽ പോയാലോ എന്നുള്ള സ്വസ്ഥത, താനായിരിക്കുന്ന അവസ്ഥ, തന്നിലേക്ക് എപ്പോൾ താൻ അടങ്ങിയിരിക്കണോ അതിൻ്റെ പേരാണ് സ്വസ്ഥം സുഖമാസീനം. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇവിടെ പറഞ്ഞു സ്വസ്മിൻ സ്ത്രീയതേ ഇതി ഭാവഃ സ്വസ്ഥഃ. എപ്പോൾ ഞാനായിട്ടിരിക്കണോ അപ്പോൾ നമുക്ക് സ്വസ്ഥത വരും. എൻ്റെ മനസ്സ് എന്തിൽ വരുന്നില്ല? എന്നിലല്ല എൻ്റെ മനസ്സിരിക്കണതെല്ലാം മറ്റുള്ളവരുടെ ഉള്ളിലാണ് അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ നോക്കിക്കോളൂ. ആരെങ്കിലും അതിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എങ്ങടെ പോവാം? അതാരാ പറഞ്ഞാവോ? അയാൾ ഈ നാട്ടിലുള്ളത് ആളല്ല. എന്തായാലും കണ്ടപ്പോഴേ മനസ്സിലായി എന്തിനപ്പോൾ അയാളുടെ അടുത്തേക്ക് മനസ്സ് പോയത്. അയാളുടെ മനസ്സ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വസ്ഥത ഇല്ലാണ്ടാവും. അയാളുടെ നല്ല മാലയും കമ്മലോ അല്ലെങ്കിൽ അയാളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടാൽ എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത അപ്പം തന്നെ പോയി. നമ്മുടെ സ്വസ്ഥത കളയുന്നത് ആരാ? നമ്മളാണ്, അല്ലാണ്ട് വേറെ ആരെങ്കിലും ആണോ? അയാളാണോ അതിന് കാരണക്കാരൻ? അതൊന്നല്ല, ഞാൻ തന്നെയാണ്. എനിക്ക് എന്നെ നോക്കാൻ സമയമില്ല, എൻ്റെ മനസ്സ് മറ്റു വിഷയത്തിലേക്ക് പോകും. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് എങ്ങനെ സ്വസ്ഥത ഉണ്ടാവുന്നത്? എൻ്റെ വീട്ടിൽ കറണ്ട് പോയാൽ ഞാൻ ആദ്യം നോക്കുക എന്താണെന്നറിയോ? അയൽവക്കത്തേക്കാണ്. അയ്യോ അവിടെ കറണ്ടുണ്ടല്ലോ, നമുക്ക് ആ കറണ്ട് പോയത്. പിന്നെ സമാധാനം പോകാൻ വേറെ വല്ലതും വേണോ? അവിടേക്ക് നോക്കിയിട്ട് അവർക്ക് കറണ്ട് ഉണ്ടേനും അത് അവർക്കല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവും. അവിടെ അത്ര സാധനങ്ങളാണെന്ന് പറയുക. നമുക്കാണ് കുഴപ്പങ്ങൾ മുഴുവനും. അപ്പോൾ പിന്നെ സമാധാനമില്ല. അവിടെയും കറണ്ട് പോയെന്ന് വെച്ചാൽ അവിടെ ഇല്ല കേട്ടോ, അപ്പോൾ സമാധാനമായി. പിന്നെ ഒരു ദിവസം വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ അവർക്കുണ്ട് നമുക്ക് ഇല്ല എന്നും കൂടെ വന്നാൽ പിന്നെ നമ്മുടെ സ്വസ്ഥത എപ്പോൾ പോയെന്ന് ആലോചിച്ചില്ലേ? ഇത് തന്നെയാണ് എൻ്റെ മനസ്സ് മുഴുവനും മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുമ്പോൾ സ്വസ്ഥത ഉണ്ടാവില്ല. എപ്പോഴും എന്നിലെ നിറഞ്ഞിരിക്കണം, ഞാനായിട്ടിരിക്കുന്ന ഒരവസ്ഥ. എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഭാഗവതം എപ്പോഴും പറയാൻ എന്താണെന്നറിയോ? ഒരു 10 മിനിറ്റെങ്കിലും ഞാനായിട്ടിരിക്കുക, എന്നിലൊന്ന് അടങ്ങിയിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരട്ടെ, നമുക്ക് സ്വസ്ഥമായി എന്നാണ്. ഒരിക്കലും നമുക്ക് പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ
എന്നിലേക്ക് എനിക്ക് അടങ്ങാൻ സാധിക്കണില്ല. എവിടേക്കോ എൻ്റെ മനസ്സിങ്ങനെ പതറി നടക്കുകയാണ്. ആരുടെയൊക്കെയോ കാര്യങ്ങളിൽ എന്തോ ഒരു വേവലാതിയാണ് നമുക്ക്. പിന്നെ എങ്ങനെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുന്നത്? അമ്പലത്തിലൊന്ന് ഭാഗ്യസൂക്തം നടത്തിയാലും ഐകമത്യം നടത്തിയാലും നെയ്വിളക്ക് എത്തിച്ചാലും ശാന്തികാരൻ പറഞ്ഞു ഞാനും ശാന്തി എന്ന് പറഞ്ഞതല്ലാണ്ട് എനിക്കേ ശാന്തിയില്ല, ഞാനിപ്പോൾ എവിടെ പോകേണ്ടതെന്ന് അതിൽ ചോദിക്കുക. അപ്പോൾ ആർക്കിപ്പോൾ ശാന്തി ഉള്ളത്? എല്ലാവരുടെയും നോട്ടം മുഴുവനും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് അല്ലേ? ഭാഗവതം പറഞ്ഞു എന്നിലേക്ക് തിരിയണം, ഒരല്പനേരമെങ്കിലും 5 മിനിറ്റേ പറ്റുള്ളൂ. 5 മിനിറ്റ് ഞാനായിട്ടിരിക്കുക. അപ്പം നമുക്ക് കാണാം സ്വസ്ഥത എവിടെ കിട്ടും അല്ലേ? ആനന്ദം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഭഗവാൻ ആ സ്വരൂപത്തിലിരിക്കുന്ന ആളാണ്, സദാ ആനന്ദത്തിലാണ്. നമുക്ക് തോന്നും എല്ലാവരോടും ബന്ധമുണ്ടെന്ന് തോന്നും അല്ലേ? സൂര്യൻ്റെ പ്രകാശം നമുക്ക് കിട്ടുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? സൂര്യൻ എന്നോട് ഇത്തിരി ഇഷ്ടമുണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വെളിച്ചം വരുന്നെന്ന് പറയും. സൂര്യൻ അങ്ങനെയൊന്നുമില്ല, ആരോടും പ്രത്യേകിച്ച് വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ലല്ലോ സൂര്യൻ. അതേപോലെയാണ് നമ്മളെപ്പോഴും നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് നമുക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശാന്തി. നമ്മൾ പറയാറില്ലേ ശാന്തി 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 എന്നൊക്കെ നമ്മൾ സൂക്തങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം പിടികിട്ടാറില്ല. അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്നിൽ അടങ്ങിയിരിക്കുക. ഭഗവാൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയത്ത് പര്യചലൽ ഭൈഷ്മി വ്യജനേന സഖീ ജനയ്യ. അവിടെ വെഞ്ചാമരം വീശിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാന്നറിയോ? രുക്മിണി എന്നല്ല പറഞ്ഞത്, പിന്നോ ഭൈഷ്മി എന്നാണ്. എന്താ ഭൈഷ്മി എന്ന് പറഞ്ഞാൽ? ഭീഷ്മരുടെ പുത്രി എന്നാണ്. എന്നാൽ പിന്നെ രുക്മിണി എന്ന് പറഞ്ഞൂടെ? രുക്മിണി എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല, കുറേ കഴിഞ്ഞിട്ടേ രുക്മിണി എന്ന് പറയുള്ളൂ. എന്താണെന്നറിയോ? നീ രുക്മിണി ആയിട്ടില്ല എന്നാണ് ഭഗവാന്റെ ഭാവം. കുറച്ചുകൂടി നിന്നെ അറിയാനുണ്ട്. നീ ഒന്ന് അറിയണം, നിൻ്റെ മനസ്സടങ്ങണം. അപ്പോഴാണ് നീ രുക്മിണി ആവുള്ളൂ. രുക്മം പോലെ സ്വർണം പോലെ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? നടങ്ങാനുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്നറിയോ? ഇവിടെ പറയാം ഭൈഷ്മി അങ്ങനെ വെഞ്ചാമരം വീശിക്കൊണ്ട് അടുത്ത് നിൽക്കണു. നല്ല കൂന്നലാവും പടർത്തുന്ന നല്ല സന്ധ്യയിൽ നല്ല ആ പൂക്കളുടെയൊക്കെ ഗന്ധം ഏറ്റുകൊണ്ട് നല്ല മന്ദമാരുതൻ അങ്ങനെ വീശുന്നുണ്ട്. എല്ലാം കൊണ്ടും പ്രകൃതി സൗന്ദര്യമായിരിക്കുന്ന തൻ്റെ കൊട്ടാരത്തിൽ ദ്വാരകയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ പതുക്കെ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുന്ന ആ രുക്മിണിയുടെ അല്ല ഭൈഷ്മിയുടെ മുഖത്തേക്ക് നോക്കി മുഖത്ത് വെള്ളം വെച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ എന്താണെന്നറിയോ? രാജപുത്രി ഭൂപൈ ലോകപാല വിഭൂതിഭി മഹാനുഭാവേശൈമൽഭി രൂപൗദാര്യബലോർജിതയ്യ താൻ പ്രാപ്താനർദ്ധിനോ ഹിത്വാ ചൈത്യാദിൻ സ്മരദുർമദാൻ ദത്താ ഭ്രാത്രാ സ്വപിത്രാ ച കസ്മാനോ വപുഷേ സമാന്. ആദ്യം തന്നെ ഭഗവാൻ വിളിച്ചത് എന്താ? ഹേ രുക്മിണി എന്നല്ല വിളിച്ചത്, പിന്നെയോ രാജപുത്രീ ഭൂപൈ ലോകപാല വിഭൂതിഭി. ലോകപാലന്മാർക്ക് തുല്യന്മാരായിരിക്കുന്ന മഹാനുഭാവൈ ശ്രീമൽഭി രൂപൗദാര്യബലോർജിതയ്യ. രൂപം കൊണ്ടും ബലം കൊണ്ടും ഊർജം കൊണ്ടും ശ്രീമത്തായിട്ടുള്ള എത്രയോ രാജാക്കന്മാരാണ് ഈ ഭൂമിയിലെ ലോകപാലന്മാർക്ക് തുല്യന്മാരായിരിക്കുന്ന എത്രയോ ആളുകളാണ് ഹേ രാജപുത്രി നിന്നെ മോഹിച്ചതെന്നാണ്. അപ്പോൾ ഭഗവാൻ വിളിക്കായിരുന്നില്ലേ എൻ്റെ രുക്മിണി? നമ്മളൊക്കെയാണെങ്കിൽ അങ്ങനെ വിളിക്കുക. ഇതങ്ങനെയല്ല വിളിച്ചത്. നീ എൻ്റെ ഒന്നും ആയിട്ടില്ല എന്നാണ് ഭഗവാന്റെ ഭാവം. നീ ഇപ്പോഴും രാജപുത്രിയാണ്. ഭഗവാൻ എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ ആ സന്ദേശം ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ 7 ശ്ലോകത്തോടുകൂടിയുള്ള സന്ദേശമാണ് കണ്ണൻ്റെ മനസ്സിൽ കിടക്കണത്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല കുലത്തിലാണ് ജനിച്ചത്, എനിക്ക് നല്ല സമ്പത്തുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, എനിക്കില്ലാത്ത ഗുണമൊന്നുമില്ല. കൃഷ്ണനിപ്പോൾ എന്താ ഗുണമുള്ളത്? കൃഷ്ണന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ്. കൃഷ്ണൻ ഏത് കുലത്തിൽപ്പെട്ടതാണ്? താഴ്ന്ന കുലത്തിൽ പശുക്കളെ മേയ്ക്കാൻ 64 ദിവസം അവിടെ എങ്ങാണ്ട് പോയി എന്തോ പഠിച്ചു, അത്രയും തന്നെയുള്ളൂ. ഞാനതൊന്നല്ല, ഞാൻ നല്ല വിദ്യ നേടിയിട്ടുണ്ട്, നല്ല കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്. കൃഷ്ണനോ ഗോത്രവർഗത്തിൽ പശുക്കളെ മേയ്ക്കുന്ന ആ ഗോത്രവർഗത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണുങ്ങളുടെ ഇടയിലാണ് ജനിച്ചത്. ജനനം തന്നെ ശരിയല്ല. അപ്പോൾ ആ ലെറ്ററാണ് ഭഗവാൻ മനസ്സിൽ കിടക്കുന്നത്. എന്താണോ കണ്ണനോട് പറയണത് അതിനനുസരിച്ചാണ് കണ്ണൻ നമ്മളോട് പ്രവർത്തിക്കുക. അതൊക്കെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് ഭഗവാനോട് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? എപ്പോഴും പ്രാർത്ഥനയെ പാടുള്ളൂ. അതല്ലാതെ കൊണ്ട് മറ്റൊരു രീതിയിൽ ഈശ്വരങ്കിലേക്ക് നമ്മുടെ മനസ്സിൽ ചെല്ലരുതെന്നാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പറഞ്ഞു എത്രയോ മഹാത്മാക്കളായിരിക്കുന്ന ആളുകൾ
എനിക്കെന്താ മഹിമയുള്ളതെന്നാണ് ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ കൂടി ചോദിക്കുന്നത്. എനിക്കെന്താ മഹാനുഭാവമൊന്നുമില്ല, എനിക്ക് ശ്രീമത്തായിട്ടുള്ള ആൾക്കാരാണോ ഞാൻ? ഒന്നുമല്ല. പുത്രനാണോ ഞാൻ? അതുമല്ല. രാജകുമാരനുമല്ല. രൂപം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഔദാര്യം കൊണ്ടാണെങ്കിലും ബലം കൊണ്ടാണെങ്കിലും ഊർജം കൊണ്ടാണെങ്കിലും എനിക്ക് എന്ത് ഗുണമുള്ളതെന്നാണ് ഭഗവാൻ ചോദിക്കുക. എനിക്കൊരു ഗുണമില്ല. പിന്നെയോ അവരോടൊക്കെ അവർക്ക് കൊടുക്കാനായിരുന്നു നിൻ്റെ ഏട്ടന്മാർക്കും അച്ഛനും ഒക്കെ ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ എന്താ ചെയ്തേക്കണെന്നറിയോ? രാജഭ്യോഭിഭ്യസുഭോ സമുദ്രം ശരണം ഗതാൻ. ഭഗവാൻ പറഞ്ഞു ഇവരോടൊക്കെ ഞാൻ ശുദ്ധിയിലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട്. ഒരാൾക്ക് എന്നെ കണ്ണീരെ കണ്ടുകൂടാ. നമ്മൾ പറയാറില്ലേ, കണ്ണീരെ കണ്ടുകൂടാ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വെളിച്ചപ്പാട് തുള്ളുമ്പോൾ തുള്ളാൻ തുടങ്ങും. അത്രമാത്രം ദേഷ്യ. അവരോടുള്ള വെറുപ്പെല്ലാം സമ്പാദിച്ചിട്ട് ഞാനിപ്പോൾ എവിടെ പോയി താമസിക്കണമെന്നറിയോ? സമുദ്രം ശരണം ഗതാൻ. സമുദ്രത്തിൻ്റെ നടുക്ക് 12 യോജന വിസ്താരത്തിൽ ദ്വാരക ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് പോയിരിക്കുന്നത്. ഒരാൾക്ക് പോലും അവിടത്തേക്ക് എത്തിപ്പെടാൻ, ഒരു ഈച്ചയ്ക്ക് പോലും വരാൻ പറ്റാതെ കണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ കഴിയണത്. അപ്പോഴും ഹേ രുക്മിണി എന്നല്ല വിളിക്കുന്നത്, പിന്നെയോ സുഭോ എന്നാണ്, ഹേ സുന്ദരി എന്നാണ് ഭഗവാൻ വിളിക്കുന്നത്. അപ്പോഴും രുക്മിണി എന്ന് വിളിക്കണില്ല. എന്നിട്ട് ഭഗവാൻ പറയാ അസ്പഷ്ടവർമ്മണ പുംസാം അലോകപതമീയുഷാം ആശ്രിതാ പദവീം സുഭൂ ഭായസീതന്തിയോഷിരഃ. ഭഗവാൻ പറഞ്ഞു എനിക്ക് എന്ത് ഗുണമുള്ളത് ഹേ സുന്ദരി എന്നാണ്. അസ്പഷ്ടവർമ്മണ പുംസാം അലോകപതമീയുഷാം. സാധാരണ ലൗകികർ ജീവിക്കും പോലെയാണോ എൻ്റെ ഒരു ജീവിതം? അതൊന്നുമല്ല. കണ്ടൂടെ 16,108 എണ്ണം ഇവിടെ നിൽക്കുന്നത്. ഒരെണ്ണത്തിനെ തന്നെ നയിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോഴാണ് ഇത്രയും എണ്ണം ഇതിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കണം. അത് മാത്രമാണോ? രുക്മിണിക്ക് അറിയില്ലേ എന്താ ഇപ്പം എനിക്ക് യോഗ്യത ഉള്ളു? കളിത്തുറിഞ്ചിലാണ് ജനിച്ചത് തന്നെ. എന്നിട്ടോ മറ്റൊരു അച്ഛനമ്മയാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നിട്ട് അവിടെയും ഞാൻ നിന്നോ? അതുമില്ല. എല്ലാവരെയും ഉപേക്ഷിച്ചു. ആ അമ്പാടിയെയും വൃന്ദാവനത്തെയും മധുരയെയും ഒക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ ഇപ്പോൾ അവിടെ വന്ന് നിൽക്കണത്. ആരെങ്കിലും ജന്മനാടിനെ ഉപേക്ഷിക്കാറുണ്ടോ? ജന്മഗ്രഹത്തിനെ ഉപേക്ഷിക്കാറുണ്ടോ? എല്ലാം വിട്ടു വന്നിരിക്കുകയാണ് എല്ലാം. പിന്നെ അത് മാത്രമല്ല, കുട്ടിക്കാലം ഒക്കെ കള്ളകൃഷ്ണ എന്ന് എന്നെ വിളിക്കണത്. കളവ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഓരോ ഗ്രഹത്തിൽ ചെല്ലുമ്പോഴും അവിടെ നല്ല പട്ടു വസ്ത്രങ്ങൾ, ധാരാളം സ്വർണ്ണ രത്നാഭരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഇന്ന് എന്താ വില? 70,000 പവന് എടുത്തുകൊണ്ട് വരായിരുന്നു. എന്നിട്ട് എന്താണെന്നറിയോ? ആർക്കും വേണ്ടാത്ത പാലും എണ്ണയൊക്കെ കട്ടുകൊണ്ട് വരിക. എന്നിട്ട് എന്താ കള്ളൻ എന്നുള്ള പേര്? നല്ലത് കട്ടിട്ട് കള്ളൻ എന്ന് വിളിച്ചോട്ടെ ആരെങ്കിലും, എന്നാലും കുഴപ്പമില്ല. ഇപ്പം എന്താണെന്നറിയോ? വേണ്ടാത്തത്, ആർക്കും വേണ്ടാത്ത സാധനം കട്ടുകൊണ്ട് വന്നിട്ട് എന്തായി? കള്ള എന്നുള്ള വിളി മാത്രമേ ഇപ്പോൾ ബാലൻസ് ഉള്ളൂ. ഇപ്പം എന്താ? ഇപ്പം നേരത്തെ കേട്ടില്ലേ, കണ്ടിട്ടും കൂടി ഇല്ലാത്ത മണി കട്ടുമെന്ന് പറഞ്ഞിട്ട് സെമന്തൊക്കെ മണിഹർത്തായേ നമ്മ അങ്ങനെ ഗൃഹത്തിന് പേരാണ്. അപ്പോൾ കണ്ടിട്ടും കൂടിയില്ല. എന്നിട്ട് കണ്ണന് ദാ കള്ളനെ മണി കട്ടവനെ നിനക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ പുഷ്പാഞ്ജലി അയച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയപ്പോൾ? അതുകൊണ്ട് സാധാരണക്കാരെ പോലെ ഒന്നുമല്ല ഞാൻ. ഇനി രുക്മിണി അല്ല സുന്ദരി നോക്കൂ, നിഷ്കിഞ്ചന വരം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ദ്വാരകാനാഥൻ എന്നൊക്കെ ആളുകൾ എന്നെ വെറുതെ വിളിക്കണതാ. ദ്വാരകാനാഥൻ ഏട്ടനാ. ദ്വാരയൊക്കെ ആധാരം രജിസ്റ്റർ ചെയ്തേക്കണൊക്കെ ഏട്ടൻ്റെ പേരില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ്. എല്ലാം ഏട്ടനാണ്. ഞാൻ ആരാന്ന് വെച്ചാൽ ഏട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. എനിക്ക് ആകെ ഉള്ളത് ഈ മുളന്തണ്ട് മാത്രമേ ഉള്ളൂ. ഇതും കൊണ്ട് ഞാൻ നടക്കുക. എൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ഈ സാധനമാണ്. വേറെ ഒന്നും എൻ്റെ അടുത്തില്ല. ഇനി എന്നെ ഭജിക്കാൻ വരുന്നവരാണെങ്കിലോ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. നിങ്ങൾക്ക് എന്താ ഉള്ളത്? എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നടക്കുന്ന അത്ര. ഒന്നുമില്ലാത്തവർ എൻ്റെ പിന്നാലെ, ഒന്നുമില്ലാത്ത എൻ്റെ പിന്നാലെ നടന്നിട്ട് കൃഷ്ണ ഹരേ ജയ എന്ന് പറയുമ്പോൾ ശ്ലാഘിതോ മുതു. ഇവിടെ ഭഗവാൻ പറയാം അങ്ങനെയുള്ളവർ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ അത് കേട്ട് ഞെളിഞ്ഞ് ഞാനിങ്ങനെ നടക്കുകയാണ് അത്ര. എൻ്റെ കയ്യിലൊന്നുമില്ല, അവരുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ പിന്നെ പറയേണ്ടത് മുഴുവനൊന്നും പറയാൻ നമുക്ക് സമയമില്ല കേട്ടോ. കാരണം അത്രയും രസമാണ്. 16 ദോഷങ്ങൾ ഭഗവാൻ പറയുകയാണത്രേ. അപ്പോൾ ആ 16 ദോഷങ്ങൾ തനിക്കുണ്ട്. അത് മാത്രമല്ല, ഒരു വിവാഹം ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? പെൺകുട്ടിയുടെ ആണെങ്കിലും പയ്യൻ്റെ ആണെങ്കിലും ജാതി മതമൊക്കെ നോക്കാറുണ്ട് നമ്മൾ അല്ലേ? സാമാന്യം പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. എല്ലാം നമ്മൾ നോക്കുക മാത്രമല്ല, എങ്ങനെയുണ്ട്, സൗന്ദര്യമുണ്ടോ, സമ്പത്തുണ്ടോ, വിദ്യയുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നല്ല ശീലങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഏകദേശം ഒത്തു വരികയാണെങ്കിൽ പിന്നെ എല്ലാ പൊരുത്തങ്ങളൊക്കെ നോക്കണ്ടേ, ശാശ്വതം നോക്കി എല്ലാം ശരിയാകുമ്പോഴാണ് എന്നാൽ പിന്നെ ഗുരുവായൂർ വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ കല്യാണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നടത്തി കൊടുക്കുക.
ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ നോക്കിയാലും നമ്മൾ തമ്മിൽ എന്താ ഒരു ഗുണമുള്ളത്? കാരണം ആ സന്ദേശം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്താ, രുക്മിണി ആരാ? എല്ലാ ഗുണങ്ങളും ചേർന്ന ആളാണ്. രൂപം കൊണ്ടും ഔദാര്യം കൊണ്ടും ശീലം കൊണ്ടും ഒക്കെ മിടുമിടുക്കി. എൻ്റെ കഥ പറഞ്ഞാൽ നേരെ തിരിഞ്ഞാണ്. ഒന്നുമില്ല, വിദ്യയില്ല, ജോലിയില്ല, എന്നിട്ട് എന്താ പൈക്കളുടെ പിന്നാലെ നടക്കുക. രുക്മിണി ഇന്നേ വരെ പശുക്കളെ മേയ്ക്കാൻ പോയിട്ടുണ്ടോ? ഇന്ന് പശുവിനെ കറക്കാനെങ്കിലും പോയിട്ടുണ്ടോ? അതും കൂടിയില്ല. ഞാൻ ഈ പശുക്കളെ മേയ്ച്ച് കാടായ കാട് മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുക. ഈ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ മാവുന്ന കല്ലെറിഞ്ഞു. ഇങ്ങനെയൊക്കെ കവണയിൽ വെച്ചതാ പറഞ്ഞിട്ടുണ്ട് ഭാഗവതം. കവണയിൽ കല്ല് വെച്ചിട്ട് എറിഞ്ഞ് ഫലങ്ങളൊക്കെ വീഴ്ത്തി അത് കഴിച്ചുകൊണ്ടിരിക്കുക. രാശിക്കായ കളിക്കുക, ഒളിച്ചു കളിക്കുക, ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പഠിക്കേണ്ട സമയത്ത് ഒരു 5 അക്ഷരം പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം. രുക്മിണി അതാണോ എന്നാണ്. സുന്ദരിയായിരിക്കുന്നത് നീ എത്രയാ പഠിച്ചിരിക്കണത്, എത്രയാ നിനക്ക് വിദ്യ, എന്തൊരു ഐശ്വര്യം, എന്തൊരു സൗന്ദര്യമാണ്. ഇതൊന്നും എനിക്കില്ല. രുക്മിണി നല്ല സ്വർണം പോലെ തിളങ്ങി നിൽക്കുന്നു. ഞാനാണെങ്കിൽ കറുത്ത് കരിമണ്ടിയായിട്ട് ഇവിടെ ഇരിക്കണം. അത്ര ചാണകം വിട്ടിട്ടാ വാങ്ങിച്ചതെന്ന് ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമാണ്. ചാണകത്തിൻ്റെ നിറമാണ് എനിക്ക്. നീ അതാണോ സ്വർണ്ണ നിറം? ഈ നിറത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ജാതിയുടെ രൂപത്തിൽ നോക്കുകയാണെങ്കിലും ഇനി സൗന്ദര്യത്തിൽ ഏത് തലത്തിൽ നോക്കിയാലും നമ്മൾ തമ്മിൽ ഒരു യോജിപ്പില്ല. അതുകൊണ്ട് ഹേ സുന്ദരി, ആരെയാണോ മോഹിക്കണത് അവരുടെ പിന്നാലെ പോവുകയായിരിക്കും ഭേദം. 2 തെറ്റേ ഞാൻ നിന്നിൽ കണ്ടുള്ളൂ, 2 ദോഷം. ഒന്ന്, നീ എന്നെ സ്നേഹിച്ചു. രണ്ടാമത്, ഞാൻ ആ രഥത്തിൽ നിന്ന് കൈ കാണിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് ആ രഥത്തിൽ കയറി പോകുന്നില്ലേ. 2 ദോഷമേ നിനക്ക് കണ്ടുള്ളൂ. എനിക്കാണെങ്കിലോ 16 ദോഷമുണ്ടെന്നാണ് ഭഗവാൻ പറയുക. ഇതാണ് ഭാഗവതം നമുക്ക് തരുന്ന ഏറ്റവും നല്ല മെസ്സേജാണ്. എന്താണെന്നറിയോ, എപ്പോഴും നമ്മൾ ജീവിത പങ്കാളിയുടെ കുറ്റം കാണാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറ് അല്ലേ. ഭാര്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മതി. താങ്കളുടെ ഇരിക്കൊരു ചായയെ കുറിച്ച് നമുക്ക് പറയാനുണ്ടെന്ന് പറയും. എത്ര നേരം ഇരുന്ന് പറയാനുണ്ടാവും. പിന്നെ ഭർത്താവിനെ കുറിച്ച് പറയാൻ ചോദിക്കുമ്പോൾ ഒരു ചായയിൽ നിൽക്കില്ല. കാരണം 1 മാസം ഇരുന്ന് പറയാനുണ്ട് അത്ര. അപ്പം അതുകൊണ്ട് കുറേ പറയാനുണ്ടാവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം മാത്രം കാണുമ്പോൾ, പരാതികൾ മാത്രം കാണുമ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഭാഗവതം നമ്മളോട് പറഞ്ഞു, നമ്മുടെ പോരായ്മ എന്താണ് നമ്മളൊന്ന് തിരിച്ചറിയൂ. പങ്കാളിയുടെ ആ പ്ലസ്സായിട്ടുള്ളത് എന്താണോ, ഗുണമായിട്ടുള്ളത് അതിനെ കണ്ടെത്തുന്നതാണ്. എന്ത് രസമായിട്ട് ഭാഗവതം കഥാരൂപത്തിൽ നമ്മളെ ജീവിക്കാൻ പഠിക്കുകയാണ്. ദാമ്പത്യ കലഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ കഥയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഭാര്യയെ മനസ്സിലാക്കണം, ഭർത്താവിനെ മനസ്സിലാക്കണം, അല്ലേ? ഭാര്യയെ അംഗീകരിക്കണം, ഭർത്താവിനെ അനുസരിക്കണം. ഈ 2 ഗുണം നമുക്കുണ്ടാവും. നമ്മുടെ ദാമ്പത്യ ജീവിതം നേരെയായിട്ട് മാറും. നമുക്ക് പറ്റാത്ത 2 കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഭാര്യ അംഗീകരിക്കണം വിഷയേ ഇല്ല എന്ന് പറയും. ഭർത്താവിനെ അനുസരിക്കോ, പിന്നെ വേറെ പണി വയ്ക്കാൻ മതി എന്ന് പറയും. അത് അത്ര കൂടെ ചെയ്യില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതം നേരെയാവുക? ഭാഗവതം ഭംഗിയായിട്ട് പറഞ്ഞു, എന്താണോ തൻ്റെ കുറവ് അതിനെ കണ്ടെത്തുക, പങ്കാളിയുടെ ഗുണങ്ങൾ എന്താണോ അതിനെ കണ്ടെത്തുക, അല്ലേ? ഭഗവാൻ രുക്മിണിക്ക് 2 ദോഷമേ കണ്ടുള്ളൂ. ദോഷം മുഴുവനും തനിക്ക് മാത്രമേ കണ്ടെത്തുകയുള്ളൂ. ഇതങ്ങനെ കണ്ടോടുകൂടി ആ രുക്മിണി രംഭേവ വായുവിഹതാ ഭവികീരകേശാൻ, കാറ്റത്താടുന്ന വാഴ പോലെ അങ്ങനെ തന്നെ ഭഗവാൻ ഉപേക്ഷിക്കുകയാണെന്ന് നമുക്ക് തോന്നി. തലമുടിക്കട്ട കഴിഞ്ഞു വീണു, മുല്ലപ്പൂക്കളൊക്കെ വീണുപോയി, അരമണികളും വളകളും ഒക്കെ ഉഴുന്നു വീണതാ മറിഞ്ഞു വീഴാൻ ഇങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ഭഗവാൻ പര്യങ്കാതവരുഹ്യാശു താമുദ്ധാപ്യ ചതുർഭുജ, ചാടി എഴുന്നേറ്റു ഭഗവാൻ. 2 കൈയുള്ള കൃഷ്ണന് 4 കൈ വന്നു എന്നാണ്. കാരുണ്യത്തിൻ്റെ 2 കൈകളും കൂടെ വന്നു. 4 കൈകളോട് കൂടി വാരിയെടുത്തു. കേശാൻ സമുച്യതൽ വക്രം പാമൃജൽ പത്മപാണിന ഭമുജ്യാശ്രുകളെ നേത്രേ സ്തനു ചോപഹതംശുജ ആശ്ലിഷ്യ ബാഹുനാ രാജൻ അനന്യവിഷയാം സതി സാന്ത്വയാമാസ സാന്ത്വജ്ഞ കൃപയാ കൃപണാം പ്രഭോ. ആ രുക്മിണിയെ വാരിയെടുത്തു. തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ശിരസിലൊന്ന് തലോടി, തൻ്റെ തൃക്കൈനെ കൊണ്ട് ആ കണ്ണീരൊക്കെ ഒന്ന് തുടച്ച് പുറത്ത് 2 തട്ടൊക്കെ തട്ടി ആ മുഖം പിടിച്ചൊന്ന് ഉയർത്തി ആ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി. ആശ്ലേഷ്യ ബാഹുനാരാജൻ അനന്യവിഷയാം സതിയും, നിനക്ക് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? ആ ഒരു ഭാവം ഭഗവാൻ ഇവിടെ കാണിച്ചു തരിക. പലപ്പോഴും നമുക്ക് കിട്ടാണ്ട് പോയത് ഈ സാന്ത്വനമാണ്, അല്ലേ? ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് ഈ ഒരു സാന്ത്വനം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തമ്മിത്തല്ലും വഴക്കും കോലാഹലങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നാണ്.
നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ അനുഭവിക്കുന്നത് എന്താ? നമ്മൾ എന്ത് വിഷമം വന്നാലും ആരോടും പറയാനില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ഭാഗവതം നമ്മളോട് പറയണം, ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഭഗവാൻ രുക്മിണിയെ വെറുക്കുകയല്ല ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, പിന്നെ രുക്മിണിയെ തന്നോട് ചേർത്ത് പിടിച്ചു. നിനക്ക് ഞാനില്ലേ ആ ഒരു ഭാവം, ഇത് തിരിച്ചും അങ്ങോട്ടും വേണമെന്ന് പറയണം അല്ലേ. അപ്പോൾ ഇവിടെ ഭാഗവതം ഒരിക്കലും മക്കളെക്കുറിച്ച് പരാമർശിക്കണേയില്ല. മക്കളെങ്ങനെയാവണമെന്ന് ഭാഗവതം പറയുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മനോഹാരിത മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം നേരെ ആവണമെങ്കിൽ, ഒരു കുടുംബ ജീവിതം നേരെ ആവണമെങ്കിൽ ഇത് രണ്ടും നേരെ ആവണം അല്ലേ. ഇത് നേരെ ആവാണ്ട് കുട്ടികളെങ്ങനെയായി എന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല എന്നാണ്. അവരെ കണ്ടല്ല നമ്മൾ മോഹിക്കേണ്ടത്. പിന്നെന്താ, നമുക്ക് എപ്പോഴും സാന്ത്വനം നൽകാൻ ആരുണ്ട്? ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രമുള്ളൂ. എത്ര വയ്യാണ്ടേ ആയിക്കോട്ടെ, എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം വിഷമം വന്നാലും ഭർത്താവിനോട് പറയുന്ന പോലെ, ഭാര്യയോട് പറയുന്നത് പോലെ മറ്റൊരാളോട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ്. നമ്മളെ ചേർത്ത് നിർത്താൻ, നമ്മളെ സാന്ത്വനിപ്പിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ, നമ്മളെ പുറത്തൊന്ന് തട്ടി ഞാൻ ഉണ്ടല്ലോ എന്ന് പറയാൻ, അത് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിനല്ലാതെ കൊണ്ട് ഒരിക്കലും മക്കൾ ആ വഴിക്ക് വരില്ല, ഉറപ്പാണ്. തലവേദനിക്കുമോ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ മതി. അവർ പറയും അവിടുന്ന് ഏതെങ്കിലും ബാമൊക്കെ തേച്ച് ആ ഫാൻ നന്നായിട്ട് കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ, ഒക്കെ ശരിയാവും, ഒന്ന് ഉറങ്ങിയാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അവരോ ഒരു ഭർത്താവിനോ ഒരു ഭാര്യയ്ക്കോ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യില്ല അല്ലേ. അച്ഛൻ എത്ര രാത്രി വൈകി വന്നാലും അമ്മ നോക്കിയിരിക്കും. എന്താണെന്നറിയോ? അച്ഛൻ വന്ന് ആഹാരം കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് ആഹാരം കഴിച്ച് കിടക്കാൻ. മക്കൾ പറയും അമ്മ അവിടെ നോക്കിയിരുന്നുള്ളൂ, ഞങ്ങൾ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാൽ അവർ മുറി അടച്ച് കിടന്ന് ഉറങ്ങും. നമ്മൾ കാണാറില്ലേ? നോക്കൂ, ആ സ്നേഹത്തിൻ്റെ വലിപ്പം, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ വലിപ്പം ഭാഗവതം കാണിച്ചു തരിക. എന്നിട്ട് ഭഗവാൻ പറഞ്ഞെന്താണെന്നറിയോ? രുക്മിണി, നിന്നെ കാണാൻ എന്തൊരഴക മുഖം ഛേ പ്രേമസംരംഭ സ്ഫുരിതാതരം വീക്ഷിതം കടാക്ഷേ പാരുണാപാംഗം സുന്ദരഭ്രൂകുടീതടം അയം ഹി പരമോലാഭ ഗൃഹേഷു ഗൃഹമേധിനാം എന്ന നിർനിയതേയാമ പ്രിയയാഭിരുഭാമിനി. രുക്മിണി, നിന്നെ കാണാൻ സ്വതേ നീ സുന്ദരിയാണ്. എത്രയാ നിന്നെ കാണാൻ അഴക്. നിനക്കൊരു പിണക്കം വരുമ്പോൾ, നിനക്കൊരു സന്തോഷം വരുമ്പോഴൊക്കെ നിൻ്റെ മുഖം കാണാൻ കുറച്ചും കൂടി അഴക് കൂടും. അത് കണ്ട് ആ സന്തോഷിക്കലല്ലേ മുഖം ച പ്രേമസംരംഭസ്ഫുരിധാധരമീക്ഷിതും കടാക്ഷേപാരുണാപാംഗം സുന്ദരഭ്രൂകുടീതടം. അത് കണ്ട് സന്തോഷിക്കലല്ലേ അയം ഹി പരമോലാഭഃ. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം, ലാഭം എന്താണ്? അത് തന്നെയാണ്. കുട്ടികളെ കളിപ്പിക്കുന്നതിനൊക്കെ ഒരു സമയമുണ്ട് അല്ലേ. ഒരു 10-12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെ. ഇപ്പോൾ അതേ വിട്ടുള്ളൂ, 15 തന്നെ പറ്റില്ല. അതേവരെ കുട്ടികളെയൊക്കെ നമുക്ക് ലാളിക്കുകയും കൊഞ്ചിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ 25 വയസ്സായ മകനെ മകളെയൊക്കെ കൊഞ്ചിക്കാൻ പോയാൽ അച്ഛൻ എന്താണ്ട് 10 വയസ്സ് കുറവുണ്ടാകുമെന്ന് പറയും. അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ അവർ കാണാം. അവർക്കൊരിക്കലും നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോഴും വയസ്സാകുമ്പോഴും നമ്മളെ കൊഞ്ചിക്കാൻ ലാളിക്കാൻ ആർക്കേ പറ്റുള്ളൂ എന്നറിയോ? അതാണ് ആ ഭാര്യാഭർത്തൃ ബന്ധം. ഒരിടത്ത് 8 കൊല്ലം ഞാൻ ആ അമ്പലത്തിൽ വായിച്ചത്ര. അപ്പോൾ ഈ കൊറോണയ്ക്ക് മുമ്പ് വായിക്കണ സമയത്ത് അതേവരെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മുമ്പിൽ വന്നിരിക്കും. 98 വയസ്സായി മുത്തശ്ശന്, ഏതാണ്ട് 92 മേലെ മുത്തശ്ശിക്ക്. രണ്ടുപേരും കൈ പിടിച്ച് വടി കുത്തിയാണ് അത്ര വന്നിരിക്കും, മുമ്പിൽ വന്നിരിക്കും. പിന്നെ അദ്ദേഹം അവരെ പോയി നമസ്കരിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവർ വന്നിരുന്നാലേ. അപ്പോൾ അത്രയും പ്രായമായി. അപ്പോൾ അത് കഴിഞ്ഞ് കാപ്പി പിടിക്കാൻ നിർത്തി ഇറങ്ങി വരുമ്പോൾ അപ്പോഴത്തേക്കും ഒരു 8 മണിയാകുമ്പോഴത്തേക്കും പതുക്കെ വടിയും കുത്തി മുമ്പിൽ വന്നിരിക്കും. കാണാൻ തന്നെ ഒരഴകാണ്. രണ്ടുപേരും കയ്യിൽ പിടിച്ച് അങ്ങനെ വടിയും കുത്തി വരുമ്പോഴേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ മുത്തശ്ശി എന്നോട് പറയാൻ എന്താണെന്നറിയോ? അദ്ദേഹം ഇപ്പോഴും പറഞ്ഞാൽ കേൾക്കില്ല സ്വാമി എന്നത്. എന്താണെന്ന് എനിക്കത്ര. ഇപ്പോഴും തൂമ്പെടുത്ത് കളിക്കാൻ പോവത്ര. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ നടക്കണം. അപ്പോൾ എവിടെയെങ്കിലും വീണ് പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയെ സത്യത്തിലേ. അപ്പോൾ മുത്തശ്ശൻ എന്താ പറയണമെന്നറിയോ? എനിക്ക് ഇവിടെ മാത്രം മതി സ്വാമി, എനിക്ക് വേറെ ആരും ആവശ്യമില്ല. മക്കളൊക്കെ നല്ല നിലയിലാണ്. എല്ലാവരും അടുത്ത നൈറ്റ് കാണിക്കുന്ന ഭൂമിയുണ്ട്. എല്ലാ മക്കൾക്കും വേണ്ട സമയത്തൊക്കെ വീതം വെച്ചു കൊടുത്താൽ അവർക്കെല്ലാം നല്ല സ്നേഹമാണ് അച്ഛനോടും എന്നോടും. അപ്പോഴും ആ മുത്തശ്ശൻ പറഞ്ഞെന്താണെന്നറിയോ? അവരൊക്കെ സുഖമായിട്ട് അവർ ജീവിക്കട്ടെ, എനിക്ക് ഇവിടെ മാത്രം മതി. ഇവരുടെ കൈ കൊണ്ട് എന്തെങ്കിലും വെള്ളം എടുത്തു തന്നാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. മക്കളോട് ഇഷ്ടമില്ല എന്നൊക്കെയല്ല, അവരുടെ വഴിക്ക് പോയിക്കോട്ടെ, എനിക്കെൻ്റെ ഇവിടെ മാത്രം മതി എന്നാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. കാരണം ആ ഒരു സ്നേഹം, ആ സ്നേഹമാണ് അവരെ ഈ പ്രായം വരെ
കൊണ്ട് നടത്തിയതെല്ലാം ഒരിക്കലും കൈവിടാതെ കണ്ട് ഇപ്പം അദ്ദേഹം ഇപ്പോഴും തെങ്ങൊക്കെ കളിക്കാൻ പോകത്രേ. എന്താണെന്നറിയോ, വെറുതെ എന്തിനാണ് കുട്ടികളെയൊക്കെ കഷ്ടപ്പെടുത്തുന്നത്, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്നുള്ള ഭാവത്തിലാണ്. അപ്പോൾ ഈ മുത്തശ്ശി ഇങ്ങനെ പിന്നാലെ നടക്കണേ, വെള്ളവും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും വീണുപോയ അപകടമായില്ലേ. പക്ഷെ അതേവരെ ഒരു രോഗവും ഇല്ലാണ്ട് നടന്നതാണ്. പെട്ടെന്നാണ് ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് കണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം വീണു മരിക്കുകയും ചെയ്തു. ഒരാഴ്ചക്ക് മുമ്പ് എൻ്റെ പില തിരിഞ്ഞു അമ്മയും പോയി അത്ര അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഒരിക്കലും ഇത്തവണ വായനയ്ക്ക് എന്നപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ പരിചയം മുത്തശ്ശിയും വന്നിരുന്ന കസേര ഇങ്ങനെ ഓർത്ത് ഞാൻ സത്യം വെറുതെ പറഞ്ഞതല്ല, ആ മനസ്സുകൊണ്ട് അത്രമാത്രം നമ്മൾ അങ്ങനെ എത്രയോ കാഴ്ചകൾ നമ്മൾ കാണുമെന്നറിയോ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്നേഹിക്കാൻ ആരുണ്ട് ഇപ്പോഴും അല്ലേ. ഇവിടെ പറഞ്ഞു യഥാ ഭർത്താച്ച ഭാര്യാച്ച പരസ്പരവശാനുഗോ തഥാ ധർമാർത്ഥകാമാണാം ത്രയാണാം അഭിസംഗതം. എവിടെയാണോ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടു കൂടി കഴിയണത് അവിടെയാണ് തഥാ ധർമാർത്ഥകാമാണാം ത്രയാണാം അഭിസംഗതം. അവിടെയാണ് ധർമ്മം അർത്ഥം കാമം മൂന്ന് ഭാവങ്ങളും അവിടെ ഉണ്ടെന്നാണ്. ഈശ്വരാധീനം ആ ഗ്രഹത്തിൽ ഉണ്ടാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടുകൂടി കഴിയണുണ്ടോ അവിടെ എല്ലാം അനുഭവിക്കാമെന്ന് പറയാം. അതുകൊണ്ട് രുക്മിണി നിൻ്റെ ആ മുഖം കാണാൻ വേണ്ടിയിട്ടല്ലേ അയം ഹി പരമോലാഭ ഗ്രഹേഷു ഗ്രഹമേധിന. ഏറ്റവും വലിയ ലാഭം അത് തന്നെയല്ലേ. എന്തെല്ലാം ഉണ്ടായിട്ട് എന്തേ പ്രയോജനം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർന്നില്ലേ. അപ്പോൾ അതല്ലാതെ കൊണ്ട് സ്നേഹത്തോടു കൂടി ഒന്നുമില്ലെങ്കിലും കഞ്ഞി കുടിച്ചാൽ കഴിയണമെങ്കിലും സ്നേഹത്തോടു കൂടി കഴിയാൻ സാധിച്ചെങ്കിൽ അതല്ലേ ഏറ്റവും വലുത്. അത് ഭാഗവതം നമുക്ക് പഠിപ്പിച്ച് തരാം. അപ്പോൾ അത് നമ്മുടെ കഥയല്ലേ, നമ്മളെങ്ങനെയാണെന്നല്ലേ ഭാഗവതം പറഞ്ഞു തരാം. അല്ലാണ്ട് കൃഷ്ണനും രുക്മിണി അങ്ങനെയായി അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്തേ പ്രയോജനം, നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓരോ കഥകൾ പറയുമ്പോഴും നമ്മളെങ്ങനെയാവണം, നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് അത് നമുക്ക് കാണിച്ചു തരാം. ഈ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബജീവിതം മനോഹരമായിട്ട് മാറും. പരാതികളില്ല, വഴക്കില്ല, തമ്മിത്തല്ലില്ല അല്ലേ. ഇതിപ്പോൾ എന്താണെന്നറിയോ, പരസ്പരം കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഈ തമ്മിത്തല ഒഴിയാത്തത്. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ അങ്ങേര് പറയുള്ളൂ. അങ്ങേര് പറയും പോലെ ഒന്നും ഞാൻ നിൽക്കില്ല. ഇങ്ങനെ തമ്മിത്തലായാൽ എന്തായിരിക്കും, അത് മാറിയിട്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടു കൂടി ജീവിക്കാറാവുമെന്ന് ഭഗവാൻ കാണിച്ചു തരാം. ആ രുക്മിണിക്ക് സന്തോഷമായി. പിന്നെയാണ് രുക്മിണി എന്നൊരു വാക്ക് പറഞ്ഞത്. രുക്മിണി വാച, അതേവരെ സുന്ദരി എന്നൊക്കെ വിളിച്ചോളൂ, ഒരിക്കൽ പോലും രുക്മിണി ആയിട്ടില്ല. ഇപ്പോൾ ഭഗവാൻ എന്ത് വിളിച്ചു, രുക്മിണി വാച എന്ന് പറഞ്ഞ് ശ്രീശോഭരമഹർഷി ഇപ്പോഴും നീ സ്വർണം പോലെ തിളക്കമായുള്ളൂ. ഇതേവരെ നീ കരിക്കട്ട തന്നെയായിരുന്നു, നീ സ്വർണ്ണമൊന്നും ആയിരുന്നില്ല എന്നാണ്. ഭഗവാന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ രുക്മിണി എന്ന ഭാവത്തിലേക്ക് വന്നു. അതേപോലെ രാജപുത്രി ഭൈഷ്മി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആള് അത് മാറി. ആ രുക്മിണി ഭഗവാന്റെ പാദങ്ങൾ വീട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണാ നീ എവിടെ ഇരിക്കണു, ഞാൻ എവിടെ ഇരിക്കണു, നിനക്കുള്ള യോഗ്യതകൾ എന്താ? ത്രിമൂർത്തികൾ പോലും ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ ഭജിച്ചിട്ടാണോ സേവിച്ചിട്ടാണോ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളെല്ലാം ചെയ്യണത്. അങ്ങനെയുള്ള ഭഗവാൻ എവിടെ ഇരിക്കണു? ഈ നിസ്സാരിയായിരിക്കുന്ന ഈ പ്രകൃതിയായിരിക്കുന്ന ഈ ഉള്ളവൾ എവിടെ ഇരിക്കണു? മൂഢന്മാരായിട്ടുള്ള ആളുകളല്ലേ സമ്പത്തിന് വേണ്ടി എൻ്റെ പിന്നാലെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കണു. അവിടുത്തെ ഭജിക്കുന്നവരാരാ? പ്രഹ്ലാദനെ പോലുള്ളവർ, ബലിയെ പോലുള്ളവർ, അംബരീഷിനെ പോലുള്ളവർ, ഇങ്ങനെ മഹാകേമന്മാർ, ലോകപാലന്മാരായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയെ മുഴുവനും മണ്ണാങ്കട്ടയായിട്ട് ഇതാ വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടുത്തെ പാദഭജനത്തിൻ്റെ രസം അറിഞ്ഞുകൊണ്ട് അത് മാത്രം മതി. പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ പാടിക്കൊണ്ട് നടക്കണില്ലേ അവരെല്ലാം. അവരനുഭവിക്കുന്ന ആനന്ദം എന്താ കൃഷ്ണ? എന്നെ ഭജിക്കുന്നവരെല്ലാം വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് പോണു. എന്തെങ്കിലും ഒരല്പം സമ്പത്ത് കിട്ടുമ്പോഴേക്കും അവരെല്ലാം മറന്ന് അഹങ്കരിച്ച് സ്വയം നശിക്കുന്നു. അവിടുന്ന് അങ്ങനെ അനുഗ്രഹിക്കാറ് പതിവില്ലല്ലോ. അവിടുത്തെ എങ്ങനെ കണ്ടുകിട്ടും? കാരണം സമുദ്രത്തിൻ്റെ നടുക്കെന്ന് പറഞ്ഞില്ലേ, സമുദ്രം ഏതാ? ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. പഞ്ചകോശാന്തരസ്ഥിത നിത്യയൗവനാമദശാലിനി. 5 കോശങ്ങളുടെയും ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആർക്കും ഇന്ദ്രിയങ്ങളാകുന്ന പ്രബലങ്ങളായിരിക്കുന്ന ഈ ദുഷ്ടരാജാക്കന്മാർക്കൊന്നും കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ചെവി കൊണ്ടോ തൊക്കുകൊണ്ടോ ഒന്നും അവിടുത്തെ കണ്ടെത്താൻ സാധിക്കില്ല. അത്രയും ഉള്ളിലതാ ചൈതന്യമായിട്ടിരിക്കുന്നു ഭഗവാൻ. എല്ലാത്തിനും പ്രകാശം വരുത്തിക്കൊണ്ടിരിക്കണില്ലേ സർവേശ്വര. അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. അതുമാത്രമല്ല, സാധാരണക്കാരായിരിക്കുന്ന ആളുകളൊക്കെ പുറമേയുള്ള സൗന്ദര്യം നോക്ക്, എന്താ നല്ല ത്വക്ക്, നല്ല വെളുത്തതാണോ, രോമം, നഖം എന്ന് വേണ്ട,
പുറമേ അങ്ങോട്ട് നോക്കിയാൽ എന്തെല്ലാം കാണും, ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിക്കും. ഉള്ളിലേക്ക് നോക്കിയാലോ ഇല്ലാത്തതൊന്നുമില്ല. മാംസ, അസ്ഥി, രക്ത, കൃമികൾ, കഫപിത്തവാദം, ജീവച്ഛവം ഭജതി പറയണു. ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢ. ഈ മൂഢന്മാരായിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ശരീരത്തിനെ കണ്ടിട്ട് സുന്ദരനാണ് സുന്ദരിയാണെന്ന് മോഹിച്ചിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നു. എനിക്കത് വേണ്ട കണ്ണാ, ഇതിനെല്ലാം പ്രകാശം പറ്റുന്ന എൻ്റെ കണ്ണിന് പ്രകാശമുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് പ്രകാശമുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾക്ക് പ്രകാശമുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ പ്രാണനായിട്ടിരിക്കുന്ന അവിടുന്ന് ആയതുകൊണ്ടല്ലേ. അതില്ലെങ്കിൽ ഇതിനൊക്കെ എന്താ ഒരു ഗുണം? അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശരീരം അത്രയും വൃത്തികെട്ടതല്ലേ. നാഹിത്തുടങ്ങുന്ന ഈ ശരീരത്തിന് പ്രകാശമുണ്ടെന്ന് തോന്നുന്നത്, സുന്ദരനും സുന്ദരിയായിട്ടിരിക്കുന്നതെല്ലാം അവിടുത്തെ കൃപ കൊണ്ടല്ലേ, അവിടുത്തെ ചൈതന്യ വിശേഷം കൊണ്ടല്ലേ സർവേശ്വര. അതുകൊണ്ട് ഈ ഉള്ളവളെ ഉപേക്ഷിക്കരുതേ. ആ പാദപത്മങ്ങളെ വിട്ടിട്ട് എവിടേക്കാ ഈ ഉള്ളവൾക്ക് പോകാനുള്ളത്? എന്നും അവിടുത്തെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവിടുത്തെ പാതാരവിന്ദത്തിലേക്ക് മാത്രമേ എൻ്റെ മനസ്സ് വന്നിട്ടുള്ളൂ ഗുരുവായൂരപ്പ. അതുകൊണ്ട് ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ രുക്മിണി ആ കണ്ണീരൊഴുക്കിക്കൊണ്ട് വീണ്ടും ഭഗവാന്റെ പാദത്തിൽ വീട് നമസ്കരിച്ചു. ഭഗവാൻ രുക്മിണിയെ വാരിയെടുത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, രുക്മിണി, നിന്റെ ആ പാതിവൃത്യനിഷ്ഠ, ഭർത്തൃപ്രേമം, അത് മാത്രമല്ല ത്വാദൃശീം പ്രണയിനിം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനിയയാ സവിവാഹകാലേ. നിന്നെപ്പോലെ ഒരു ഗൃഹേശ്വരിയെ എവിടെയായി ലോകത്തിൽ തപ്പിയാൽ കാണാം. ഭർത്താവിനെ വേണ്ട മാതിരി മനസ്സിലാക്കുക, അതൊരു നല്ല പണി തന്നെയാണ്. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ, സ്നേഹം കൊടുക്കാൻ സാധിക്കുമ്പോൾ അതേപോലെ തിരിച്ചു കിട്ടും. ആ ജീവിതമല്ലേ സുഖമായിട്ടിരിക്കുക. നിന്നെ ഉപേക്ഷിക്കാനല്ല, ലോകത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഇവിടെ കാണിച്ചു തരണം എന്താണെന്നറിയോ? കുറച്ചുകൂടി ഭഗവാനെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ കൊച്ചു കുട്ടികൾ ഒക്കത്തിരുന്ന് കുസ്തി പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അമ്മമാരൊക്കെ നിന്നെപ്പോൾ ഞാൻ കാക്കിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിച്ചു കളയാൻ തോന്നുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ആ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി വേഗം അടങ്ങി ഒതുങ്ങും. അമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ കാക്കിട്ട് കൊടുക്കണ്ട അമ്മേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും അല്ലേ? അമ്മയെ ഒന്നും കൂടി മുറുകെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഇവിടെ ഭഗവാൻ ചെയ്തെന്താണെന്നറിയോ? രുക്മിണിക്ക് എത്രമാത്രം എന്നെ നീ മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രമാത്രം നീ എന്നെ സ്നേഹിക്കണോ. ഭഗവാൻ ഒരു പരീക്ഷണം നടത്തിയതാ. അതിലിതാ ഭഗവാൻ തോറ്റു, രുക്മിണി ജയിച്ചു എന്നാണ്. ഭഗവാൻ അങ്ങനെ വലിച്ചു കളയുന്നത് പോലെ അഭിനയിച്ചതാണ്. കളയൊന്നുമില്ല ഭഗവാൻ. അവിടത്തെ അടുത്തേക്ക് വന്ന ഒരാളെ എങ്ങനെയപ്പോൾ കളയാൻ സാധിക്കുക? ചേർത്ത് നിർത്തിയതാണ്. എന്നാലും തനി തങ്കമാക്കി മാറ്റുക. അങ്ങനെയില്ലേ? ചെമ്പ് ചേർക്കുമ്പോഴല്ലേ തങ്കം സ്വർണമായിട്ട് മാറുന്നത്. ഭഗവാൻ ആ ചെമ്പിനെ, അതിൽ വന്നതായിരിക്കുന്ന മാലിന്യങ്ങളെയൊക്കെ കളഞ്ഞിട്ട് തനി തങ്കമണിയാക്കി തീർക്കുകയാണ്. നീ വെറും സ്വർണമാണെങ്കിൽ, സ്വർണ്ണമണിയാണെങ്കിൽ നിന്നെ തങ്കമണിയാക്കി മാറ്റാൻ ഗുരുവായൂരപ്പൻ നമ്മളെ ഓരോരുത്തരെയും ഇതേപോലെ തങ്കമണിയാക്കി മാറ്റാൻ ഗുരുവായൂരപ്പൻ സദാസമയത്തും സന്നദ്ധനായിട്ടിരിക്കണം. പക്ഷെ നമ്മൾ നിന്നു കിടക്കണില്ല. ഭഗവാന്റെ പിടിയിൽ നമ്മൾ പെടാത്ത കാരണം ഭഗവാൻ പറയും, നീ കരിക്കട്ടയായിട്ട് പോട്ടെ എന്ന് പറയും, വലിച്ചു ദൂരെ കളയും. നമ്മൾ എത്രമാത്രം അവിടുത്തെ തന്നെ ആശ്രയിക്കണോ അത്രയും നമ്മുടെ ഉള്ളിലുള്ള അഴുക്കിനെ ഓരോന്നിനെയും ഭഗവാൻ അങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും. നല്ലൊരു തട്ടാനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയണതേ. തട്ടാൻ്റെ കീഴിൽ സ്വർണം കൊണ്ടുകൊടുത്താൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊന്നും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ സ്വർണം കൊടുത്തുകൊണ്ട് തട്ടാൻ എന്ത് ചെയ്യും? തൂക്കി നോക്കിയിട്ട് അയാൾ പറയും, അതെ ഇതിനിപ്പോൾ മാറ്റമൊന്നുമില്ല, തങ്ങൾ പറഞ്ഞ 2 പവനൊന്നുമില്ല, ഒരു 1.5 പവൻ അത് കഷ്ടി ഉണ്ടാവുമായിരിക്കും, ബാക്കിയൊക്കെ ചെറിയാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യും? ആ തട്ടാൻ അതിനെ തീയിൽ കാണിക്കും, വെള്ളത്തിൽ മുക്കും, ചുറ്റിയേക്കിട്ട് 4 പെടയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു കരിക്കട്ട നമ്മൾ കൊടുത്ത നല്ല മാല അയാൾ എന്ത് ചെയ്യണം? ഒരു കരിക്കട്ടയായിട്ട് കാണിച്ചു തരും. എന്നിട്ട് ആ ത്രാസിലിട്ട് തൂക്കിയിട്ട് പറയും, കണ്ടോ 1.5 പവൻ തന്നെ കഷ്ടിയുള്ളൂ, ബാക്കി മുഴുവനും ശരിയായിരുന്നു. നമുക്കൊരു വിഷമം തോന്നും. 2 പവൻ്റെ മാല മുകളിൽ കൊടുത്തതാ, അയാളപ്പോൾ ഈ കോലത്തിലാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ വിഷമാവും. അയാൾ പറയും, നിങ്ങളിവിടെ നിന്നാലേ ഹാർട്ട് അറ്റാക്ക് വരും, ഞങ്ങൾക്കിനി ഇതിനെ ശരിയാക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളൂ, അടുത്ത ആഴ്ച വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല നെക്ലേസ് ഞാൻ ഉണ്ടാക്കി തരാം അല്ലേ. നമ്മൾ പോയി അടുത്ത ആഴ്ച വരുമ്പോൾ അത് നല്ല നെക്ലേസ് നമ്മുടേക്ക് തരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്താണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാൾ എത്ര പ്രാവശ്യം ആ സ്വർണത്തിനെ തീയിൽ മുക്കിയിട്ടുണ്ടാവും, വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടാവും, ചുറ്റിയേക്ക് നല്ല പിട കൊടുത്തിട്ടുണ്ടാവും അല്ലേ. എത്ര ഇടിയും തൊഴിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനെ മനോഹരമാക്കി മാറ്റിയത്. ആലോചിച്ച് നോക്കിക്കോളൂ. അതേപോലെയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അതേപോലെ പലപ്പോഴും പല പ്രാവശ്യം ഇങ്ങനെ ഇടിയും തൊഴിയൊക്കെ തരും നമുക്ക്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വിട്ടുപോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു തോട്ടക്കാരൻ
അതിങ്ങനെ ഒരു കുടത്തിൽ വെള്ളം വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പരാതി പറയാം, എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നുള്ളൂ, എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നുള്ളൂ, എനിക്ക് എൻ്റെ ഭാര്യ എനിക്ക് ആവശ്യമില്ല, മക്കളെ എനിക്ക് ആവശ്യമില്ല, ഞാൻ ആ ശരീരം ഉപേക്ഷിക്കാൻ പോവാണ്, ജീവിതം നിർത്താൻ പോകണു എന്നൊക്കെ പറഞ്ഞ് എന്നും പരാതിയും ബഹളവും കോലാഹലങ്ങളുമാണ് അത്ര. എൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഒരു ദിവസം കുടം പറഞ്ഞു അത്ര, കുടത്തിന് സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ കുടം പറഞ്ഞു, തോട്ടക്കാരാ, എന്നെ താൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഞാനിപ്പോൾ വെള്ളം കൊണ്ട് ഇപ്പോൾ തൻ്റെ കടലിൽ കയറിയിരിക്കണില്ലേ, തലയിൽ കയറിയിരിക്കണില്ലേ, ഞാനിങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ എൻ്റെ ഒരവസ്ഥ താൻ കണ്ടിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം മണ്ണായിരിക്കുന്ന എന്നെ അയാൾ ചവിട്ടിക്കുഴച്ച് എത്രയോ പ്രാവശ്യം ചവിട്ടിക്കുഴച്ചിട്ട് ഒരു കോലത്തിലാക്കി. എന്നിട്ട് എന്താ, ആ കുന്തത്തിനകത്ത് വെച്ച് അതിങ്ങനെ കറക്കി എന്താക്കി, അതിനെ കുടമാക്കി കഴുത്തിൽ വിളിച്ച് ഞെക്കുക, വലിക്കുക, ഇതൊക്കെ ചെയ്തിങ്ങനെ കുടമാക്കി. എന്നിട്ട് മതിയായില്ല, എന്നെ ആ തീച്ചൂളയിൽ വെച്ച് അങ്ങനെ പഴുപ്പിച്ച് ചുട്ടെടുത്തപ്പോഴല്ലേ എനിക്കിതാ ഈ വെള്ളം ചുമക്കാറായത്. എത്രയോ യാതനകൾ ഞാൻ അനുഭവിച്ചിട്ടാണ് തോട്ടക്കാര ഇന്ന് ഞാൻ ഈ വെള്ളം ചുമക്കാറായത് അല്ലേ? ഇന്ന് നിൻ്റെ തലയിൽ ഞാൻ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തേ കാരണം? നിൻ്റെ തലയിൽ വരെ കയറാൻ എനിക്ക് യോഗ്യത വന്നത് ഞാൻ അനുഭവിച്ച കഷ്ടതകളാണ് അല്ലേ? ആ കഷ്ടതകൾ അനുഭവിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിൻ്റെ തലയിൽ കയറിയിരിക്കാൻ പറ്റും? ഈ വെള്ളം ചുമന്നുകൊണ്ട് എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആ തോട്ടക്കാരൻ്റെ അടുത്ത് ആ കുടം ആ വർത്തമാനം വരുമ്പോൾ തൻ്റെ കഠിന ജീവിതത്തിനെക്കുറിച്ച്, താൻ അനുഭവിച്ച ത്യാഗത്തിനെക്കുറിച്ച്, വേദനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോട്ടക്കാരൻ്റെ ഉള്ളിലെ എല്ലാ അഹങ്കാരവും പോയിരുന്നു. അപ്പോഴൊക്കെ മനസ്സിലായി, ഇത്രയൊക്കെ ഉണ്ടല്ലേ, ഒരു കുടത്തിന് പോലും ഇത്രയധികം പറയാനുണ്ടെങ്കിൽ അപ്പോൾ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? ഇതേപോലെ കഷ്ടപ്പെടാനുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും കഷ്ടപ്പെടുമ്പോഴാണ്, ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഓരോ പാഠങ്ങൾ പഠിച്ച് വരുമ്പോഴാണ് മനസ്സിന് നല്ല മെരുക്കം വരിക. നമ്മൾ പറയാറില്ലേ, നല്ല മെരുങ്ങി ഒതുങ്ങി അടങ്ങി വരണത്ര. അപ്പോഴാണ് ജീവിതം സുന്ദരമായിട്ട് മാറുക. അല്ലാത്തയിടത്തോളം എന്നും ദുഃഖം തന്നെയായിരിക്കും, അങ്ങനെ നിറൊഴിച്ചുകൊണ്ടേയിരിക്കും. പലതും അനുഭവിച്ചും അതിനെയൊക്കെ നേരിട്ടും നമ്മുടെ മനസ്സിന് പാകത വരികയെന്ന് പറയും അല്ലേ? അപ്പോൾ ഗുരുവായൂരപ്പൻ പലപ്പോഴും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെങ്കിൽ മനസ്സിന് പാകത ഉണ്ടാവണം. പാകത വരുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക. അല്ലാണ്ട് ഓടിച്ചെന്ന് ഞാൻ പട്ടുവോളം നടക്കി വെച്ചിട്ടുണ്ട്, കാളിപ്പഴം നടക്കി വെച്ചിട്ടുണ്ട്, വെണ്ണയും നെയ്യും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൃഷ്ണ ഞാൻ വിളിക്കുന്നിടത്ത് ഗുരുവായൂരപ്പൻ വരും എന്ന് പറഞ്ഞാൽ വരുമൊന്നുമില്ല. അങ്ങനെയൊന്നും മക്കൾ പോലും വിളിച്ചാലില്ല. അപ്പോൾ പിന്നെയല്ലേ ഭഗവാൻ ഓടി വരിക? അങ്ങനെ ഓടി വരണമെങ്കിൽ നമ്മളെ അതേപോലെ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി എന്തെല്ലാം വറച്ചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്തും അല്ലേ? അങ്ങനെ വറുത്ത് നമ്മളൊരിക്കലും വിടില്ല. കണ്ണാ, എത്ര വറുത്താലും എന്ത് ചെയ്താലും വേണ്ട എനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട, സായുജ്യവും വേണ്ട കണ്ണാ, ഒരു നാളും തരി പോലും മാഹാതെ കാൽ ചോട്ടിൽ കഴിയട്ടെ, മറ്റൊന്നും വേണ്ട കണ്ണാ എന്ന് പറയാറാക്കും ഭഗവാൻ. അങ്ങനെ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് വേണമെന്ന് പറയാം. അത് പറഞ്ഞുകൊണ്ടാണ് ഇനി മറ്റു കഥകളിലേക്ക്, നമുക്ക് രാജസൂയത്തിലേക്ക് നമുക്ക് വരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.